പലപ്പോഴും ഈ കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രം പറയേണ്ടി വരുമ്പോൾ ക്രൈസ്തവ സഭ, അതായത് പെന്തക്കോസ്ത് സഭകളെ കുറിച്ചും തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഞാൻ രണ്ടു പേരുകൾ എടുത്തു പറയാറുണ്ട്. നമ്മുടെ ആദരണീയരായ ബ്രദറൻ സഹോദരങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മള് പെന്തക്കോസ്തുകാരായി നമുക്ക് വേണ്ടത്ര ഉള്ളടക്കമില്ലാത്ത ആളുകൾ. മാത്രമല്ല, ഇത് സ്ത്രീകള് അന്യഭാഷയൊക്കെ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. പാശ്ചാത്യമായ ചില കാര്യങ്ങളും പ്രവചനങ്ങളും ഒക്കെ പറഞ്ഞു അങ്ങനെ സ്ത്രീജനത്തെ കൂടി താഴ്ത്തിക്കെട്ടുന്ന ഒരു നിലയിൽ സംസാരിക്കാൻ. ഒരിക്കലൊരു സുഹൃത്ത് പറഞ്ഞത്, വളരെ അറിവുള്ളൊരു മനുഷ്യൻ അപഹസിച്ച് പറഞ്ഞത് ഒരു സംവാദ വേദിയിൽ പറഞ്ഞു, പെന്തക്കോസ്ത് ഒരു ചന്തയാണ്, അവിടുത്തെ ബഹളമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഞാൻ എൻ്റെ മറുപടിയിൽ പറഞ്ഞു, അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വിശകലനമാണ്. അതൊരു അപമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ചന്ത എന്ന പ്രയോഗം എങ്ങനെയാണ് മോശമായതെന്ന് എനിക്കറിയില്ല. ചന്ത നല്ലൊരു സ്ഥലമാണ്, അത് പണിയെടുക്കുന്നവന്റെ ആരാധനാ സ്ഥലമാണ്, കഷ്ടപ്പെടാൻ മനസ്സുള്ളവന്റെ ആരാധനാ സ്ഥലമാണ്, കർഷകന്റെ ആരാധനാ സ്ഥലമാണ് ചന്ത. അവനവിടെ കൊണ്ട് ഉൽപ്പന്നം വിൽക്കുന്നത്. നമ്മുടെയൊക്കെ അങ്ങനെയാണ് ഭൗതിക അർത്ഥത്തിൽ. രണ്ട്, ഈ ചന്ത എന്ന പ്രയോഗവും പെന്തക്കോസ്ത് എന്ന പ്രയോഗവും തമ്മിൽ യോജിപ്പിച്ച ഒരു തെറ്റുമില്ല. നിങ്ങൾ ചന്തയിൽ ചെല്ലണം, അവിടെ വലിയ ബഹളമാണ് പുറത്തുനിന്ന് കേൾക്കുന്നത്. ചന്തയിൽ ഒരു എരപ്പോ ഒരു ബഹളമോ ഒരു വല്ലായ്മ. പക്ഷെ അകത്ത് നിങ്ങൾ ചെല്ല്, അവിടെ ബഹളമല്ല. അവിടെ വെണ്ടയ്ക്ക വാങ്ങുന്നു, വേണ്ടവൻ അത് വാങ്ങുന്നു. വാഴക്കൊല കൊണ്ടില്ലെന്നവൻ അത് വിൽക്കുന്നു. അവിടെ തേങ്ങ വേണ്ടവൻ അത് വാങ്ങുന്നു, വില പേശി വാങ്ങുന്നുണ്ട്. അവിടെ കറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ കറക്റ്റ് അവിടെ പറയുന്നത്. പുറത്തുനിന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ചന്ത എന്തോ കുറഞ്ഞ സ്ഥലമായിട്ട് തോന്നും, പക്ഷെ അകത്ത് ബഹളമല്ല. അവിടെ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുക, നല്ല സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഇതൊരു നല്ല ഉദാഹരണമാണ്. അതായത് കളിയാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എടുത്തു പറയുന്ന രണ്ട് പേരുകൾ നമ്മുടെ ആളുകളെ കുറിച്ച് പറയും. അതിലൊന്ന് ഈ പണ്ഡിത രമാബായി. രമാബായി അവര് ചിത്പവൻ ബ്രാഹ്മൺ കുടുംബത്തിൽ പിറന്ന ആളാണ്. ചിത്പവൻ ബ്രാഹ്മണാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ബ്രാഹ്മണൻ. അത്തരത്തിലൊരു കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു നമ്മുടെ നാഥുറാം ഗോഡ്സെ, മഹാത്മജിയെ വെടിവെച്ച. ഓർക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു ഉന്നത കുലജാതയായിട്ടുള്ള പണ്ഡിത രമാബായി വിശ്വാസത്തിൽ വന്നു. സംസ്കൃത സ്കോളറായിരുന്നവർ. അവരുടെ മുക്തി മിഷനിലാണ് രേഖാമൂലമുള്ള ആദ്യത്തെ അന്യഭാഷ. അതിനു മുമ്പൊക്കെ കണ്ടു കാണും, പക്ഷെ നമ്മുടെ മുമ്പിലുള്ള രേഖ. ഈ പരമ്പര ഇങ്ങനെ എടുത്തു പറയുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് ബഹുമാന്യനായ ഡോക്ടർ പി ജെ തോമസ് എന്ന നമ്മുടെ ഷാരോൺ തോമാച്ചായനെയാണ്. എൻ്റെ പ്രസംഗങ്ങൾ അത് വരാറുണ്ട്. കാരണം ഈ ഓണറ്റി ഡോക്ടറേറ്റുകളൊക്കെ ഇന്ന് സുലഭമായൊരു കാലത്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD എടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പിതാവ് ജോൺ അയ്യാപിള്ള സാറ് സംഭാവന കൊടുത്ത സ്ഥലത്താണ് IPCയുടെ ജനറൽ കൺവെൻഷൻ നടക്കുന്നത്. അദ്ദേഹമാണ് പ്രമുഖരായ പല ആളുകളെയും വിദേശത്തെത്തിച്ചാണ്. അപ്പൊ അങ്ങനെ പെന്തക്കോസ്തിന്റെ പൂർവകാല ചരിത്രത്തിൽ അതിശക്തമായ ഇടപെടൽ നടത്തിയ വിശാല ഹൃദയജ്ഞനായ ഒരു ദൈവദാസന്റെ ചിന്താധാരകളെ ആധാരമാക്കിക്കൊണ്ടാണ് ഷാരോൺ ഉളവായി വന്നിട്ടുള്ളത്. ഞാൻ എവിടെങ്കിലും ചെന്നാൽ ഒരു സമൂഹത്തെ ഒന്ന് ഉയർത്തി പറയണമല്ലോ എന്ന് ഓർത്ത് പറയുന്ന ഷാരോണിലാണ് എനിക്ക് പ്രോഗ്രാം കുറവുള്ളത്. അതുകൊണ്ട് നാളെ കൂടുതൽ കിട്ടാനുമല്ല പറയും. പക്ഷെ ഇത് ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ. ഈ വസ്തുത ഞാൻ മറ്റു വേദികളിൽ പറയാറുണ്ട്. അപ്പോൾ അതിന് എന്നെ കുറെ IPCയിലെ സഹോദരങ്ങൾ അതങ്ങനെയാണെന്ന് തെളിവ് തരാമെന്ന് ചോദിച്ചു. ഞാൻ തെളിവ് കൊടുത്തു. പഴയ ആധാരത്തിന്റെ കോപ്പിയൊക്കെ എനിക്ക് ചില ആളുകൾ അയച്ചു തന്നത് കൊടുത്തു, നമ്മുടെ ഗ്രൗണ്ടിനെ പറ്റി. ഞാൻ പറഞ്ഞു, അത് അതിനകത്ത് വിഷമിക്കണ്ട, കാരണം അത് നമ്മുടെ ദൈവാസൻ നമുക്ക് തന്നാണ്. അതിനകത്ത് എന്തിനാ വിഷമിക്കുന്നത്? അതിൽ സന്തോഷമാണ് തോന്നുന്നുണ്ട്. ഷാരോൺകാര് IPCക്ക് സ്ഥലം വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞാല് രണ്ടു കൂട്ടർ സന്തോഷിക്കുക. അത് വേറെ ആളല്ല, നമ്മുടെ സഹോദരങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിലൊന്നും നഷ്ടമായിട്ടല്ല അത്. അതുകൊണ്ട് ഷാരോണ് തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് മറ്റൊരു സ്ഥലം ഉണ്ടായി. അത് ഒക്കെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ നമുക്ക് ഡൽഹിയിലെ അതുപോലെ തന്നെ അത്തരം മേഖലയുടെ പലയിടങ്ങളിലുള്ള കർത്തൃദാസിദാസന്മാര് ഒന്നിച്ചു കൂടുന്ന ഒരു യോഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനങ്ങളിൽ ദൈവവചനം ധ്യാനിക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് നമുക്ക് വളരെ അടുക്കും ചിട്ടോടും കൂടി കാര്യങ്ങൾ പോവുകയും വേണം. കാരണം ഒന്ന്, നമ്മൾ ഇങ്ങനെ പരസ്പരം ദൂരങ്ങളിലൊക്കെ ഇരുന്നാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന സഹോദരങ്ങൾ ദയവായിട്ട് നിങ്ങൾ വീഡിയോയിൽ വരണം. അങ്ങനെ കടുന്തൂക്കളുടെ മറവിൽ മറഞ്ഞിരിക്കാനായിട്ട് പാടില്ല. പാറയുടെ പിളർപ്പിലൊന്നും അങ്ങനെ ഇപ്പം മറഞ്ഞിരിക്കണ്ട. നിങ്ങൾ രംഗത്ത് വരണം. ഒരു യോഗത്തിൽ എങ്ങനെ വരുമോ ആ രൂപത്തിൽ വരണം. അങ്ങനെയാണ് വരേണ്ടത്. ഇതിനിടയ്ക്ക് മിച്ചർ കഴിക്കാനൊന്നും പോരുത്, അത് ശരിയല്ല. ഇവിടേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ സീരിയല് കണ്ടുകൊണ്ടിരിക്കുകയാണ്, യോഗ ഇവിടെ നടക്കുകയാണ്. ഇത് ഇങ്ങനെ വരരുത്. അപ്പോൾ അവനൊരു ഗുണമുണ്ട്. നമ്മളിവിടെ ക്രൂശീകരണം പറഞ്ഞാലും അപ്പുറത്ത് സീരിയലിലെ കഥ കണ്ടാലും കരയാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുള്ള കാര്യം. സീരിയൽ കണ്ടിട്ട് അത് കേട്ടും കരയാം, ഇപ്പുറത്ത് ക്രൂശീകരണം കേട്ടും കരയാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പം അതിനൊന്നും പോകരുത്. നമുക്ക് ശാന്തമായിട്ട് ദൈവവചനം ധ്യാനിക്കാൻ അവസരങ്ങളെ വേർതിരിക്കാം. നിങ്ങൾ വായിക്കണം പറയുന്ന വചനങ്ങൾ. ഇപ്പോൾ ഒരു വാക്യം ഇന്നുള്ളൂ വായിക്കുന്നുള്ളൂ. നിങ്ങൾ എന്നെ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഇന്ററാക്ഷൻ, നാം തമ്മിലുള്ള എന്താ പറയുക, ഒരു യോഗത്തിന്റെ ഫീല് കറക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാകണം. നമുക്ക് വിശുദ്ധ യോഹന്നാനിൽ നിന്ന് ആരംഭിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ആമുഖമായി വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 18 വേഴ്സ് 33 ഓൺവേർഡ്സ് അപ് ടു 37. യേശു താൻ മരിപ്പാനുള്ള മരണവത സൂചിപ്പിച്ച വാക്കിനെ ഇതിനാൽ നിവൃത്തി വന്നു. 18:33 പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞതോ എന്ന് ചോദിച്ചു. പീലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു. മതി മതി മതി. നമ്മുടെ അടുത്ത ദിവസത്തിലെ ചിന്തകൾക്കുമൊക്കെ ആധാരമായി ഭവിക്കേണ്ടത് ഒരു വചനം നമ്മൾ ഇന്ന് വായിച്ചിട്ടുണ്ട്. അത് എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, അവിടുന്ന് രാജാവായി ഭരിക്കുന്നത്. ഒരാൾ നമ്മോട് ചോദിക്കുക, എന്താണ് ഈ ബൈബിളിന്റെ ഉള്ളടക്കം? ഒറ്റ വാക്കിൽ പറയും, എന്താണ് ബൈബിളിന്റെ ഉള്ളടക്കം? അതിന് മറുപടി ഒന്നേ ഉള്ളൂ, മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ വാസം. ദൈവവും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന സമഗ്രമായ സമ്മേളനമാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന ചിന്താധാര. മനുഷ്യരും ദൈവം ഒന്നിക്കുക, അതിനുള്ള വസ്തുതകളും വിശകലനങ്ങളും ഉപദേശങ്ങളും ഒന്നിക്കേണ്ടതിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും വിശദീകരിക്കുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവരാജ്യമാണ് ബൈബിളിന്റെ ഉള്ളടക്കം. ദൈവരാജ്യം എന്ന ചിന്തയിലാണ് അതിൻ്റെ നിലപാട് ഉറച്ചിരിക്കുന്നത്. എന്നാൽ വിശാലവും വിസ്തൃതമായ ആ വിഷയങ്ങളെ അടുത്ത ദിവസം ചർച്ച ചെയ്യുമ്പോൾ ഒട്ടും വിസ്മരിക്കാനാവാത്ത ഒരു വിഷയത്തിലേക്ക് പോകാം. കാരണം ദൈവരാജ്യം എന്നത് ഇഹലോക ജീവിതത്തിന്റെ സംവിധാനങ്ങളിൽ നിന്ന് വിഭിന്നമാണ്, തികച്ചും വിഭിന്നമാണ്. ഇവിടെ കാണുന്നതോ ഇവിടെ കേൾക്കുന്നതോ ഇവിടെ അനുഭവിക്കുന്നതുമായ സുഖമോ ദുഃഖമോ ഒന്നുമില്ലാത്ത, ഇവിടുത്തെ ഒരു സുഖങ്ങളും ഇല്ലാത്ത, ഇവിടുത്തെ ഒരു ദുഃഖങ്ങളും ഇല്ലാത്ത, ഇവിടുത്തെ ഒരു വസ്തുതയും ഇല്ലാത്ത ഏറ്റവും വിഭിന്നമായ ഒരു സന്തോഷത്തിന്റെ ലോകമാണ് സത്യത്തിൽ സ്വർഗരാജ്യം, യേശുവിന്റെ രാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ മറ്റൊരു സമൂഹത്തോട് ചർച്ച നടത്തിയ വേളയിൽ ഒരു കാര്യം പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞു, യേശു പഠിപ്പിച്ച ദൈവരാജ്യത്തിൽ അൻകുടത്തോട്ടത്തെ പോലുള്ളവർ പോവുകയില്ല.
മറിച്ച് അവരെ 2-3 ആളുകളുടെ പേര് പറയും. നമുക്കതിന് വിരോധമില്ല, അവരെല്ലാവരും വരട്ടെ സ്വർഗരാജ്യത്തിൽ. നമ്മുടെ വീക്ഷണത്തിൽ യൂതയും കൂടെ വരുന്നതിന് സന്തോഷമുള്ള ആളുകളാകുമ്പോൾ യൂത വരട്ടെ, ഹിറ്റ്ലർ വരട്ടെ, സകല ആളുകൾ വരട്ടെ, നമുക്കെന്താ വിരോധം? എല്ലാവരും വരട്ടെ, ഒരു വിരോധമില്ല. പക്ഷെ അത് അങ്ങനെ അല്ല. അങ്ങനെ അവർ വരുമെന്ന് സ്ഥാപിക്കാൻ നമ്മുടെ മുമ്പിൽ കാര്യമോ വാക്യമൊന്നും ഇല്ല. മാത്രമല്ല, ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് ഒരു പുരുഷന് 72 ഭാര്യമാരെയാണ്. 72 പേരെ. ഞാനത് പേടിച്ചാണ് കേട്ടത്. നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ, ഒരു ഭാര്യയോട് കൂടെ ജീവിച്ചിട്ട് നമ്മുടെ ഒരു ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കിയ ഇവിടെ ഈ ഭൂമിയിൽ നമ്മളൊന്ന് ആലോചിച്ച് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി 72 പേര്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരന്മാരെ, എനിക്ക് നിങ്ങളുടെ ആ സ്വർഗം വേണ്ട. വേണമെങ്കിൽ പറഞ്ഞ അല്ല, എൻ്റെ ആ കോട്ട കൂടി നിങ്ങൾ അങ്ങ് വീതിച്ചെടുത്തു. 72 പേരെ നിങ്ങൾ അതിന് തങ്ങളിൽ അടിയുണ്ടാക്കല്, അത് നിങ്ങൾ എടുത്തോ. നമുക്കത് നിങ്ങളോടുള്ള ആ സ്നേഹവും ഉദാരതയും കൊണ്ട് പറഞ്ഞതാണ്. അത് നിങ്ങളായിട്ട് ഇനി അതിനകത്തൊരു പ്രശ്നം വെക്കരുത്. നിങ്ങളൊരു 3 പേര് കൂടി, 3 പേരുണ്ട് അവർ, നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇന്ന് ഏതെങ്കിലും മതഗ്രന്ഥം പറയുന്ന തരത്തിൽ ഒരു സ്വർഗമോ ഒരു നിത്യതയൊന്നും അല്ല. ക്രിസ്തു യേശുവിൽ സ്ത്രീയും പുരുഷനും ഒന്നുമില്ലാത്ത കാന്തനായ യേശുവിനോട് കൂടെ കാന്തയായ തിരുസഭ ഈ യുഗായുഗങ്ങൾ വസിക്കുന്ന ചേതോഹരമായ അനുഭവമാണ് ബൈബിളിലെ സ്വർഗം. ഇനിയിപ്പോ ഈ പഠനങ്ങളും പ്രസംഗങ്ങളും ഒന്നും കാര്യമായിട്ട് ആരും പറയാറില്ലെന്നല്ല, പറയുന്ന ദൈവമക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ അത്ര പ്രസക്തി ദൈവാസൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം മുതൽ. അപ്പോൾ അദ്ദേഹം അത് നന്നായിട്ട് വിശദീകരിച്ചു. പൂർവികന്മാരായ ആളുകൾ നിത്യതയ്ക്ക് കൊടുത്ത ഒരു പ്രാധാന്യത്തിലാണ് നമ്മുടെ സഭകൾ വളർന്നത്, നമ്മുടെ സഭകൾ നിലനിന്നത്. നമ്മുടെ പഠനങ്ങളെല്ലാം അങ്ങനെയാണ്. അതിൽ നേരെ നമ്മൾ ഇന്ന് പിന്നോട്ട് പോയിട്ട് ഭൗതിക ലോകത്ത് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജഡീക ബോധം എന്ന് ഞാൻ തെറ്റായ അർത്ഥത്തിൽ പറഞ്ഞില്ല. ഈ ഒരു ജഡത്തിന് വേണ്ടതാണ് പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നത്. ജഡത്തിന് വേണ്ടത് പറയാൻ നമ്മളെ കൂടാതെ ഇവിടെ ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. രാഷ്ട്രീയക്കാർ പറയുന്നതെല്ലാം ഈ ജഡത്തിന് എന്ത് വേണം, ജഡത്തിനുള്ളതാണ്. ഇവിടെ കിട്ടുന്ന കിറ്റും വാക്സിനും എല്ലാം ജഡത്തിനുള്ളതാണ്. രോഗശാന്തി സൗകര്യങ്ങളെല്ലാം ജഡത്തിനുള്ളതാണ്. പക്ഷേ ആത്മാവിനുള്ളത്, ദൈവ മനുഷ്യന് വേണ്ടിയുള്ളത്, നിത്യതയ്ക്ക് വേണ്ടിയുള്ളത് തിരുവചനത്തിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. ഏതായാലും ഇതിനൊക്കെ ഉപോത്ബലകമായി നിത്യതയുടെ വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാന സംഭവം അവിടുത്തെ കാൽവറി മരണമാണ്. ആ ക്രൂശു മരണത്തിൽ നിന്ന് നമുക്കിന്ന് ആരംഭിക്കണം. നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂശു മരണവും അനുബന്ധ സംഭവങ്ങളും പറഞ്ഞാൽ അത്ര സന്തോഷം തോന്നുന്ന ആളുകൾ കുറവാണ്. അപ്പൊ ഞങ്ങളെല്ലാം ഇത് ഒത്തിരി കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ക്രൂശിനെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യം എന്താ, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒത്തിരി ചില ആളുകൾ അതിനകത്തൊരു കാര്യം, നമ്മുടെ എല്ലാവരും കുറ്റമുണ്ട്, പാസ്റ്റർമാരുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മളീ പലപ്പോഴും ഈ ക്രൂശ് മരണം പറഞ്ഞ് നമ്മൾ ഈ കരഞ്ഞ് അവരെയും കരയിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കാറ്. അതിനുവേണ്ടി ചില സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ഈ ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ടോൺ ഉണ്ടാക്കും, കരയുന്ന പോലെ. കരച്ചിലൊന്നും അല്ല, കരയുന്ന പോലെ. നമ്മുടെ അടുത്തോവിനെ അടിച്ചു അങ്ങ് പോടുക, അതൊരു ടോണാണ്. അല്ലാതെ അത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു കരച്ചിലല്ല. പലപ്പോഴും എല്ലാവരുടെയും അല്ല, അങ്ങനെ കരയുന്നവരുണ്ടേ നല്ല കാര്യം. പക്ഷെങ്കിൽ ഇത് കേട്ട് ഈ കർത്തൃമേശ്വരയുടെ ഇത് കേട്ട് ജനവും ചിരിക്കാൻ തുടങ്ങി, നമ്മളും ചിരിക്കാൻ തുടങ്ങി, ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്യാണ്. അതുകൊണ്ട് ഇന്നും ഉപദേശി ഈ ക്രൂശീകരണം പറയാൻ പോവാണോന്ന് പേടിക്കണ്ട, വിഷമിക്കണ്ട. പക്ഷെ ഇത് നമ്മുടെ ആരംഭമാണ്. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഇന്ന് ആരംഭിക്കണം. സന്തോഷമാണോ? എല്ലാവർക്കും സന്തോഷമാണെന്ന് ഞാൻ കരുതുന്നു. അതുവഴി തന്നെ നമുക്ക് പോകാം. സഹോദരങ്ങളെ, തിരുവെഴുത്ത് ആദിയോടന്തം പഠിച്ചാൽ, വിശേഷിച്ച് പഴയ നിയമമാണ് ഇവിടെ പറഞ്ഞത്. പഴയ നിയമം ആദിയോടന്തം പഠിച്ചാൽ ക്രൂശ് എന്നൊരു പദം കാണാൻ സാധിക്കത്തില്ല, കാണാനാവില്ല. പഴയ നിയമം മുഴുവൻ പഠിച്ചാൽ ക്രൂശ് മരണം എന്നൊരു സംഭവവും ഇല്ല, അവിടെ എങ്ങും ഇല്ല. പഴയ നിയമത്തിൽ 4 വിധ ശിക്ഷണ നടപടികൾ പറയുന്നുണ്ട്. 4 വിധ ശിക്ഷണ നടപടികൾ. കുറ്റം ചെയ്യുന്ന കുറ്റവാളി വധിക്കപ്പെട്ട 4 വിധ രീതികൾ. ഒന്നാമത്തെ രീതി കല്ലെറിഞ്ഞുള്ള കൊല അഥവാ സ്റ്റോണിംഗ് ആണ്. രണ്ടാമത്തെ രീതി ആളിനെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടുക, ബിഹെഡിങ് അഥവാ സോഡിങ് ആണ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഹാങ്ങിങ് ആണ്, തൂക്കിക്കൊല്ലുക. ഹാമാന്റെ ഒക്കെ ചരിത്രം, തൂക്കിക്കൊല്ലുക, ഹാങ്ങിങ് അഥവാ തൂക്കിലേറ്റം. നാലാമത്തെ രീതി ഞെരുക്കിക്കൊല്ലുക, സ്ട്രാംഗ്ലിംഗ് എന്നൊരു പ്രയോഗമാണ്. ഇത് വ്യത്യസ്ത രീതിയിലൊക്കെ കാണുന്നുണ്ട്. എത്ര നിങ്ങൾ വായിച്ചാലും
ക്രൂശ് മരണം എന്ന ഒരു വിഷയം നിങ്ങൾക്ക് പ്രവചന രൂപത്തിലുണ്ട്, അക്ഷരാർത്ഥത്തിൽ എഴുതിയിട്ടില്ല. പ്രവചന രൂപത്തിലുണ്ട്, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം പഴയ നിയമത്തിലൊന്നും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ പുതുനിയമത്തിൽ വന്ന് പറയാം? പുതിയ നിയമത്തിലേക്ക് ശിക്ഷ വരുന്നത് യേശുവിന്റെ കാലത്തിനും ഒരു 300 കൊല്ലം മുമ്പാണ്. യേശുവിനും ഒരു 400 കൊല്ലം മുമ്പ് പഴയ നിയമത്തിലെ അവസാന കൃതി എഴുതി. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ 100 വർഷത്തെ അകലം. ആ ഇടക്കാലഘട്ടത്തിൽ ആവിർഭവിച്ച ഒരു ശിക്ഷണ രീതിയാണ് ക്രൂശ് മരണം. ക്രൂശ് മരണം എന്ന ശിക്ഷണ രീതി ലോകത്ത് തുടങ്ങുന്നത് ഫിനീഷ്യരാണ്. ഫിനീഷ്യരിൽ നിന്ന് പേർഷ്യക്കാർ പകർത്തുന്നു, പേർഷ്യക്കാരിൽ നിന്ന് ഇത് റോമക്കാർ പകർത്തുന്നു. ഗ്രീക്കുകാരും ഒക്കെ ക്രൂശീകരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സമഗ്രമായി ഈ ക്രൂശ് മരണം സർവ്വസാധാരണമാക്കുന്നത് റോമക്കാരാണ്. അതുകൊണ്ട് ഇതൊരു റോമൻ ശിക്ഷണ രീതിയാണ്. യഹൂദന്റെ ശിക്ഷണ രീതിയുണ്ട്, ചാട്ടവാറിന് അടിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് മരണം. അതിന്റെ രീതി 4 ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞത്. എന്നാൽ താക്കീതിന്റെ ഭാഗമായി ചാട്ടവാറിനടിച്ചു വിടുന്ന ഏർപ്പാടുണ്ട്. റോമൻ ശിക്ഷണ രീതിയിൽ ചാട്ടവാറടിയുണ്ട്, പക്ഷെ ക്യാപിറ്റൽ പണിഷ്മെന്റ് മരണം, അത് തൂക്കിക്കൊലയാണ്. ഈ ക്രൂശ് മരണമാണ്. അത് എല്ലാവർക്കും ഇല്ല. ആരെയാണ് ക്രൂശിക്കുന്നത്, എന്തിനാണ് ക്രൂശിക്കുന്നത്, എങ്ങനെയാണ് ക്രൂശിക്കുന്നത്, ഇവ നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് ഈ വിചാരണ മണ്ഡപത്തിലേക്ക് വരണം, വായിച്ച വാക്യത്തിലേക്കും വരണം, ശ്രദ്ധയോടെ ഇരിക്കണം. സഹോദരങ്ങളെ, ക്രൂശ് എന്നാൽ എന്താണ്? അതിന്റെ ഗ്രീക്ക് വേർഡ് സ്റ്റൗറോസ് എന്നാണ്. സ്റ്റൗറോസിന്റെ ശരിക്കുള്ള അർത്ഥം ദണ്ഡന സ്തംഭം, പീഡിപ്പിക്കാനുള്ള തടി എന്നാണ്. ദണ്ഡന സ്തംഭം. ഈ ദണ്ഡന സ്തംഭം 2 ഭാഗങ്ങളാണ്. ലംബമായി വെച്ചിട്ടുള്ള ഒരു തടി, ഒരു സ്റ്റെം, ഒരു ബാർ, ഒരു ക്രോസ് ബാർ. ഈ ക്രോസ് ബാർ തിരശ്ചീനമായി വെച്ചിട്ടുള്ള ആ തടിക്ക്, അപ്പൊ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായുമുള്ള 2 തടികൾ. ഈ തൂണുണ്ടല്ലോ, നേരെ നിൽക്കുന്ന തൂണിന് ഒരു പേര് പറയാറുണ്ട്. ആ തൂണിന്റെ പേര്, നേരെ നിൽക്കുന്ന ഈ തൂണിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ദണ്ഡനസ്തംഭം, സ്റ്റൗറോസ്. സ്റ്റൗറോസിലേക്ക് ചേർക്കുന്നതാണ് വിലങ്ങനെയുള്ള ഈ തടി. ഇവ 2ഉം ചേരുമ്പോഴേ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു തടി ക്രൂശാകുള്ളൂ. അപ്പോൾ ഈ തടിയിൽ ചുമക്കേണ്ടി വരുന്നത് നേരെ നിൽക്കുന്ന ആ ഭാഗം മാത്രമാണ്. നേരെ നിൽക്കുന്ന ഈ ഭാഗം. റോമൻ ഭാഷയിൽ ക്രക്സ് എന്നാണ് ഇതിന് പറയുക, ക്രക്സ്. ഈ ക്രക്സ് ചുമലിലേറ്റി കൊണ്ടുവരണം, ഈ ഒറ്റത്തടി. നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്ന പടങ്ങളിലെല്ലാം ഈ T ആകൃതിയിലെ കുരിശ് അങ്ങനെ കൊണ്ടുവരുന്ന രൂപമാണ് കാണുന്നത്. അതിശോക്തിപരമായിട്ട് ഒത്തിരി അതിൽ ചേർത്തിട്ടുണ്ട് ആളുകൾ. പക്ഷെ ഈ ഒറ്റത്തടി കൊണ്ടുവന്നാൽ മതി. ഒറ്റത്തടി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം നമ്മൾ കാണുന്ന പോലെ ചതുരവടിയുള്ളൊരു തടി പോളിഷ് ചെയ്ത് മിനുക്കി ഭംഗിയാക്കിയതല്ല. ഒരു ഉരുളൻ തടി, അത് വളരെ ബുദ്ധിമുട്ടാണ് ചുമക്കാൻ ഒരു മനുഷ്യൻ. ഇത് ചുമക്കണം. ഇനി ചില കാര്യങ്ങൾ കൂടി എന്ന് പറയാം. ക്രൂശിക്കാൻ ഒരു വിധത്തിലും നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ, അയാളുടെ ഈ ശവശരീരം ക്രൂശിൽ നിന്ന് ഇറക്കാൻ പാടില്ല. ക്രൂശിൽ തന്നെ കിടക്കണം. ക്രൂശിക്കേണ്ട ഇടമുണ്ട്, ആണി അടിക്കേണ്ട ഇടമുണ്ട്. അത് നമ്മൾ കാണും പോലെ കൈവെള്ളയിലല്ല. ക്രൂശിൽ ആണി അടിക്കേണ്ടത് ശരിക്കും കൈത്തണ്ടയിലാണ്. റിസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഈ ഭാഗം, മലയാളത്തിൽ മണിബന്ധം എന്നാണ് പറയുന്നത്. ഈ ഭാഗത്താണ് ആണി അടിക്കേണ്ടത്. ആണി വെറുതെ അടിച്ചാൽ പോരാ. കുറ്റാരോപിതന്റെ കൈ പിടിച്ചിട്ട് അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ, ഡോക്ടർ വന്നു ആണി അടിച്ചിറക്കേണ്ട സ്ഥലം മഷിക്ക് അടയാളപ്പെടുത്തും. വേറെ എങ്ങും ആണി മാറിപ്പോൻ പറ്റില്ല. അവിടേക്ക് ചതുര വടിവുള്ള നീളനാണി, ആണിക്ക് ചതുര വടിവാണ്. ആ അഗ്രം മാത്രമാണ് മുനയുക. അത് ആദ്യത്തെ രംഗത്ത് കുത്തി ഇറക്കുകയാണ് നടപടിക്രമം. അപ്പൊ കനത്ത ഒരു ഇരുമ്പാണി, അത് ചതുര വടിവാണ്. അത് കുത്തി ഇറക്കിയ ശേഷം ഇതൊന്ന് തിരിക്കും.
ആദ്യം പൊടിയുന്ന രക്തം ഒഴിച്ചാൽ പിന്നെ രക്തം പൊടിയില്ല അവിടെ. കാരണം ഈ ഞരമ്പ് കൂടുകൾ സ്ട്രക്ക് ആവുകയാണ്. അതിനാണത് തിരിക്കുന്നത്. വലിയ ആണിയാണ്. ആ ആണി അങ്ങോട്ട് കയറ്റിയിട്ട് ഒന്ന് തിരിക്കും. ഇതേ സമയത്ത് അപ്പുറത്തെ കയ്യിൽ ഒരേ സമയം നോക്കി മറ്റൊരാളും അവിടെ ആണി ഇങ്ങനെ കുത്തിക്കയറ്റും. അങ്ങനെ കൈകളെ തുളച്ചിട്ട് കാലുകളെയും തുളയ്ക്കും. അപ്പോൾ ഇതിന് രണ്ടിന് ശേഷം ഈ ആണി ഒരു ഇരുമ്പ് ദണ്ട് വല്ലവും കൊണ്ട് അല്ലെ ചുറ്റിക കൊണ്ട് തടിയോട് ചേർത്ത് അടിക്കുകയാണ്. ആദ്യം കുത്തിയിറക്കുന്നു, പിന്നെയാണ് അടിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ശവശരീരം ഇവിടുന്ന് പൊക്കി നേരെ കുഴിയിലിറക്കുന്നു. കുരിശ് അവിടെ ഉറപ്പിച്ചിട്ട് ആളുകൾ പോകാറില്ല. അതിന്റെ കാരണം ഈ മനുഷ്യന്റെ ഭൗതിക ശരീരം കാത്ത് മരണം ഉറപ്പുവരുത്തിയിട്ട് വേണം ആ പടയാളികൾക്ക് മടങ്ങാൻ. കാരണം ഇത് റോമാണ്. ഈ റോം എന്ന് പറയുന്നത് കടികട്ടി നിയമങ്ങളുടെ രാജ്യമാണ്. നമ്മൾ ഇന്ന് കോടതിയിലെ വ്യവഹാരത്തിന് ഉപയോഗിക്കുന്ന ഭാഷ പോലും ലാറ്റിനാണ് പലതും. വക്കീലന്മാർ കേട്ടുകൊണ്ടിരിപ്പുണ്ട്, അവർക്ക് മനസ്സിലാവും. ഹേബിയസ് കോർപ്പസ് അത് ലാറ്റിൻ വേർഡാണ്. ജുഡീഷ്യറി ഇത് ലാറ്റിൻ വേർഡാണ്. അപ്പോൾ ലാറ്റിൻ എന്നത് റോമക്കാരന്റെ ഭാഷയാണ്. അവിടെ കർശന നിയമമാണ്. നിയമം എന്ന് പറഞ്ഞാൽ നിയമം നടപ്പിലാക്കുന്നവരും നിയമജ്ഞരും ജനങ്ങളും ഒരുപോലെ നിയമം പാലിച്ചു പോകണം. അങ്ങനെ കർശന വ്യവസ്ഥയാണ്. അതിനാണ് കാരാഗൃഹ പ്രമാണി മരിക്കാൻ തുടങ്ങുന്നത്. പൗലോസും ഒക്കെ ചാടിപ്പോയെന്ന് നോക്കും. കാരണം അയാളെ പിടിച്ച് ജയിലിലിടും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടില് മാസ്ക് വെക്കാതെ പോലീസുകാർ വന്ന് ഫൈൻ ഇടുന്ന പോലല്ല. കളി അങ്ങ് മാറും, സ്ഥിതി അങ്ങ് മാറും. അങ്ങനെയല്ല, മറിച്ച് നിയമം പാലിച്ചേ പറ്റൂ. അവരും നിയമം പാലിക്കണം. അതുകൊണ്ട് ഇവിടെ നിൽക്കൂല, പോവില്ല. കാരണം ഈ കിടപ്പിൽ ദിവസങ്ങൾ ക്രൂശിൽ കിടന്ന ആളുകളുണ്ട്. 7 ദിവസം വരെ തുടർച്ചയായി ക്രൂശിൽ മരിക്കാതെ കിടന്ന ആളുകളുണ്ട്. പിന്നെ ക്രമേണ മരണം വരികയാണ്. ദീർഘസമയം എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളിന്റെ മരണം ഉറപ്പാക്കിയ കൊന്നു. എന്നാൽ പിന്നീടാണ് ഇത് എളുപ്പമാക്കാൻ വേണ്ടി പടയാളികൾ ഇരുമ്പ് ദണ്ട് കൊണ്ട് ക്രൂശിൽ കിടക്കുന്ന ആളിന്റെ കാൽ തല്ലിയൊടിക്കുന്ന നേരം കൊണ്ട് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ രക്തം, അതുകൂടി ഓർക്കണം, ഞരമ്പ് കെട്ടുകൾ സ്തംഭിച്ചു കഴിയുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് എത്തുന്നില്ല. രക്തസംക്രമണം ഏതാണ്ട് നിലച്ചു. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ശരീരത്തിൽ എത്തുന്നില്ല. വൻതോതിൽ ശരീരത്തിൽ കാർബൺ ഡയോക്സൈഡ് ശേഖരിക്കപ്പെടും. എത്ര സുമുഖനും സുന്ദരനുമായ വ്യക്തിയും കറുത്ത് കരിവാളിച്ച് ഒരു വികൃത രൂപിയായി അവിടെ കിടക്കും. അപ്പോഴേക്കും ഇയാളുടെ കാല് തല്ലി ഒടിക്കുമ്പോൾ ശരത്ത് കെട്ടിക്കിടക്കുന്ന ഈ ദുഷിച്ച രക്തം കാലിന്റെ അപ്പോഴുണ്ടായ മുറിവിലൂടെ പുറത്തു. ആള് ചില നിമിഷങ്ങൾക്ക് ശേഷം ഒന്ന് ആശ്വസിക്കും. അയാൾ പ്രാണനെ വിടും. ശ്വാസം എടുത്തിട്ട് പ്രാണനെ വിടും. ഈ കാൽ തല്ലി ഒടിക്കുന്നത് ഈ കാണുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആശ്വാസപ്രദമായ ഒരു കാര്യമാണ്. ഏറ്റവും ആശ്വാസം. കാരണം ശ്വാസം കിട്ടാതെയും വേണ്ടത്ര നിലയിൽ ശ്വസിക്കാനൊന്നും ആകാതെ കിടന്ന ഈ മനുഷ്യന് ഈ കിടപ്പിൽ ആദ്യം കിട്ടുന്ന ഒരു ആശ്വാസം ഈ കാൽ തല്ലി ഒടിക്കലാണ്. അതിന്റെ വേദനയുള്ളൂ. അപ്പോഴേക്കും രക്തം വാർന്നു പോയിട്ട് ആൾ ശ്വാസം ഒന്ന് എടുത്തുവിടും. പിന്നെ അധിക നേരം ആ പ്രാണൻ അദ്ദേഹത്തിൽ ഉണ്ടാകില്ല. ഇതാണ് ക്രൂശ് മരണത്തിന്റെ രീതി. ഇനി ക്രൂശിക്കപ്പെട്ട ആളിന്റെ ശവശരീരം നിലത്തിറക്കി കിടത്താൻ പാടില്ല. ക്രൂശിക്കപ്പെട്ട ആളിന്റെ ശരീരം അഗ്നിക്കുള്ളിൽ കത്തിക്കാൻ പാടില്ല. ക്രൂശിക്കപ്പെട്ട ആളിന്റെ ശരീരം വെള്ളത്തിൽ ഒഴുക്കിവിടാൻ പാടില്ല. സംസ്കാരത്തിന്റെ 3 രീതികളും ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ ദഹിപ്പിച്ചു കളയുക. ചില പ്രാകൃതമായ രീതിയിൽ ആളുകളെ വെള്ളത്തിൽ ഈ ശവങ്ങൾ ഒഴുക്കി വിടുന്ന രീതിയുണ്ട്. ഇത് 3ഉം പറ്റില്ല. എന്താ കാര്യം? ഈ റോമ ഒരു വിശാല രാജ്യമാണ്. ഏതാണ്ട് 5000 മൈലാണ് അതിന്റെ നീളം, 4000 മൈലാണ് അതിന്റെ വീതി. ഇതിലൊക്കെ കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്. നമ്മൾ പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കഴിഞ്ഞ പോലെയാണ്. അവിടൊക്കെ വ്യത്യസ്ത മതങ്ങളുണ്ട്. ഈ മതങ്ങളിലൊക്കെ പെട്ട ആളുകളുടെ വ്യത്യസ്ത വിശ്വാസങ്ങളെ ഹനിക്കുന്ന വിധത്തിലാകും ഈ കാര്യം ചെയ്തത്. ഉദാഹരണം, ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം നിലത്തിറക്കി കിടത്തിയാൽ അത് അർമായത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പേർഷ്യൻ ദേവതയെ അപമാനിക്കലാണ്. ഓർമിഡെന്നോ അർമായത് എന്നോ പറയാം. അർമായതാണ് ശരിയായ പ്രയോഗം. ഇംഗ്ലീഷിൽ പഠിച്ചവർക്ക് ഓർമിഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഓർമിഡ് ഭൂമിയുടെ ദേവനാണ്, അല്ലെങ്കിൽ ദേവതയാണ്. അപ്പോൾ ഹതഭാഗ്യനായ ഒരുവനെ, ശിക്ഷണ നടപടിക്ക് വിധേയനായ ഒരുവനെ, മറ്റു രീതി മരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അടക്കം ചെയ്യാം. ഒരു പെരുങ്കള്ളനെ, ഒരു ക്രിമിനലിനെ,
ഒരു തീവ്രവാദിയെ ഞങ്ങളുടെ ദേവന്റെ മാറ് പിളർന്നു അവിടെ കുഴിയുണ്ടാക്കി, നിങ്ങൾ അടക്കുമോ? കലാപം ഉണ്ടാകും. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനെ കുഴിയിൽ വെക്കില്ല. യേശുവിന്റെ കാര്യത്തിൽ ഇതെല്ലാം ലംഘിച്ചു എന്ന് പറയാനാണ് ഞാൻ ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ലംഘിച്ചു. യേശുവിന്റെ മുഴുവൻ രക്തവും വാർന്നുപോയി. അതെല്ലാം വിഭിന്നമായ ചില കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ഇത് തുടക്കം കുറിക്കുന്നത് ഇത്തരത്തിൽ രാജാവിനെ കുറിച്ചൊന്ന് പറയാനാണ്. അടുത്ത ദിവസങ്ങളിലേക്ക് നമുക്ക് എസ്കറ്റോളജിയിലേക്ക് തന്നെ കടക്കണം നേരിട്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം വെള്ളത്തിൽ ഒഴുക്കാൻ പാടില്ല. അത് റോമിലെ ജലം അവർക്ക് ദേവതയാണ്, പുണ്യമാണ്. ആ വെള്ളം ഒരു ദേവതയായതുകൊണ്ട് ഈ ദേവതയെ അപമാനിക്കും. ഈ ദേവതയെ അപമാനിക്കലും മതവികാരം വ്രണപ്പെടും, അലൗഡല്ല. പിന്നുള്ളത് തീയാണ്. അഗ്നി ഒരു ദേവനാണ്. അഗ്നിയിൽ ഈ പാവിയെ കത്തിക്കാൻ പാടില്ല, അത് പ്രശ്നമാണ്. അപ്പൊ ഈ മനുഷ്യനെ ആർക്കും വേണ്ട. പ്രകൃതിയുടെ ഒരു മേഖലയിലും ഈ ഹതഭാഗ്യന വേണ്ട. അതുകൊണ്ട് ഈ ക്രൂശിലെ മരണം ഏറ്റവും ഭീകരമാണ് എന്നാണ് ചുരുക്കം പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ശവസംസ്കാരം നല്ല രീതിയിൽ കിട്ടാത്ത, ഏറ്റവും അപമാനിക്കപ്പെടുന്ന ഒരു മരണം. അതുകൊണ്ട് ചരിത്രകാരനായ സ്ട്രാബോ ക്രൂശുമരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിപാദ്യമുണ്ട്. ഞാൻ കണ്ടതിലെ ഏറ്റവും ക്രൂരമായ, ഏറ്റവും ഭീകരമായ മരണം ക്രൂശുമരണമാണ്. ഈ ക്രൂശിക്കുന്നത് എവിടാന്നറിയണ്ടേ? വഴിയോരത്ത് വേണം ക്രൂശിക്കാൻ. എന്തിനാ വഴിയോരത്ത് ക്രൂശിക്കുന്നത്? അതുവഴി കടന്നു പോകുന്ന യാത്രികർ, ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കാൽനടയായും പോകുന്ന ആളുകൾ ഈ വഴി വരുമ്പോ ഈ ശവശരീരം അവിടെ കിടക്കും. അവര് കാണണം, 10 പേര് കാണണം. ഈ അപമാനം 10 പേര് കാണണം. ഇയാൾ ചെയ്ത ഹീനകൃത്യം ആ ക്രൂശിൽ ആണിയടിച്ച് അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കും. അത് വായിക്കണം. അപ്പോൾ കാക്കകൾ കൊത്തിപ്പറിച്ച്, കഴുകൻ കൊത്തിപ്പറിച്ച് ഈ ശവശരീരം വികൃതമാക്കിയിട്ടത് കാണുമ്പോൾ ആളുകൾ പരസ്പരം പറയണം, ഇവൻ ചെയ്ത ഹീന പാപത്തിന്റെ പരിഹാരമാണ് ഈ കണ്ടത്. അതുകൊണ്ട് പാപത്തിന്റെ ദുർഗന്ധമാണ് നമ്മൾ ഈ ശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവനെ ആളുകൾ മൂക്കുപൊത്തി ശപിച്ച് അവിടുന്ന് പോകും. ഇവൻ നിമിത്തം ഈ പെരുവഴി അശുദ്ധമായിരുന്നു. വികൃതമാണ് ഈ മരണം, ഭീകരാണ് ഈ മരണം. ഏകദേശം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ക്രൂശിൽ മരിച്ച ആളിന്റെ ശവശരീരം ആകാശത്തിലെ പറവകൾ കർഗതപ്പെട്ടു. അപ്പൊ പാഞ്ഞെടുക്കും. കണ്ണുകൾ കൊത്തിപ്പറിക്കും, കവിൾ കൊത്തിപ്പറിക്കും, കുടൽമാലകൾ കൊത്തി പുറത്തും. അത് ഭക്ഷിക്കാൻ കുറുക്കന്മാർ ഓടി വരും. പേപ്പട്ടികൾ, നായ്ക്കൾ, ക്ഷുദ്രജീവികൾ, ഈച്ചകൾ, പറവകളൊക്കെ പറന്നുകൂടി. ഏറ്റവും ഹീനം, ഏറ്റവും മ്ലേച്ഛം, അപമാനകരം. ഇതാണ് ക്രൂശുമരണം. ഇവിടെയാണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന അപമാനം അലക്ഷ്യമാക്കുന്ന ആ ത്യാഗസന്നദ്ധമായ ക്രൂശെടുക്കാൻ ചങ്കുറപ്പ് കാട്ടിയ, ഈ മരണത്തിന്റെ ഭീകരത കണ്ട് നെഞ്ചുവിരിച്ചു ക്രൂശ് ഏറ്റെടുത്ത ധന്യനായ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിഞ്ഞ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉലകത്തിലെ ഏറ്റവും വലിയ ധൈര്യം ഈ ക്രൂശ് ചുമന്നവന്റെ അനുഗാമികളാണ് നമ്മൾ. ആ വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും ഇന്ന് രാത്രിയുടെ കൂട്ടിവരുത്തിയത്. അതുകൊണ്ട് ക്രൂശാണ് നമ്മുടെ പ്രശംസ. ഇത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ പറയാ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ സംഗതി വരുന്നത് ക്രൂശാണ് നമ്മുടെ പ്രശംസ. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ക്രൂശുമരണം. പക്ഷെ നമുക്കൊരു ചോദ്യം, എന്തിനാണ് യേശുവിനെ ക്രൂശിക്കുന്നത്? കാരണം കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ശിക്ഷ വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ചില സംഭവം കേൾക്കുക. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യും, ഭർത്താവിന്റെ പേരിൽ കേസെടുക്കും, കുറെ കഴിഞ്ഞ് അയാൾ ഫ്രീ ആയിട്ട് പോരുന്നു. അപ്പൊ നമ്മൾ പറയും, കണ്ടോ നിയമമൊക്കെ ഇത്രയേ ഉള്ളൂ, അയാൾ അതിലേ നടക്കും. പക്ഷെ അതിന്റെ കാര്യം ഇത് ആത്മഹത്യയാണ്. അതിൽ കൊന്നതല്ല. അവൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, മരണം അല്ലാത്ത. അവൾ അത് തിരഞ്ഞെടുത്തില്ല. ഇയാൾ കൊന്നതല്ല. ഞാൻ പുതിയ സംഭവത്തിൽ അയാൾ കൊന്നതല്ലെന്നല്ല പറയുന്നു, അതൊക്കെ കോടതി തെളിയിക്കേണ്ട കാര്യം. അപ്പൊ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസുണ്ട്, ഹെൽമറ്റ് വെക്കാത്തതിനൊരു കേസുണ്ട്, മാസ്ക് ധരിക്കാത്തതിന് കേസുണ്ട്. നമ്മളെ അതിന് ക്രൂശിക്കേണ്ട കാര്യമുണ്ട്. മാസ്ക് ധരിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ജയിലിലിടേണ്ട കാര്യമില്ല. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ശിക്ഷയുടെ ഗൗരവം.
ഒഫൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ശിക്ഷ വരുന്നത്. അങ്ങനെയല്ലേ ബൈബിളിൽ പോലും പറയുന്നുണ്ട്, മരണകരമായ പാവമുണ്ട്, മരണത്തിനല്ലാത്ത പാവമുണ്ട്. ഈ മരണത്തിനല്ലാത്ത പാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗൺസിലിലെ സംഭാഷണമൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. നമ്മൾ ഈ കൗൺസിലൊക്കെ കൂടുമ്പോൾ പറയുന്ന ആ കാര്യങ്ങളാണ് മരണത്തിനല്ലാത്ത പാവം എന്നാണ് എൻ്റെ ഒരു വ്യാഖ്യാനം. അത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണ്ട, അത് പോട്ടെ. മരണകരമായ പാവം എന്ന് പറഞ്ഞാൽ കൗൺസിൽ വിട്ട് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് മരണകരമായ പാവം എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് പറയല്ലോ, അകത്ത് പറയാതെ ചെല്ലു പറയല്ലോ, ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ലെന്ന്. അന്നേരം ചൊല്ലിക്കാത്ത ഈ കൃപ കൊണ്ട് വല്ല കാര്യം? ആ സമയത്തല്ല ഉഴുന്നോടെ വന്നുകൊണ്ട് അവിടെ ഇരുന്നേച്ച് പറയാ ഞാൻ അന്നേരം ഒന്നും മിണ്ടി, പിന്നെ എപ്പോ പറയാനാ? സമയത്തിന് ചൊല്ലിക്കാത്ത ഈ കൃപ കൊണ്ട് കൗൺസിലൊന്നും പോരുത്. മനസ്സിലായില്ലേ? അവിടെ കാര്യം പറയാൻ പോകുന്ന, സംസാരിക്കാനൊക്കെ പോകുന്ന, അതിന് ലിമിറ്റൊക്കെ ഉണ്ട്. പോട്ടെ, നമുക്ക് അവിടെ വിടാം. അപ്പോഴ് വിഷയത്തിനുള്ളിലേക്ക് വരണം. ഈ തെറ്റിന്റെ ഗൗരവത്തിനനുസരിച്ച് ശിക്ഷ പോലെ. ഇനി നമുക്ക് യേശുവിലേക്ക് വരാം. യേശു എന്താ പറഞ്ഞു? ആ കുറ്റം യഹൂദന്മാർ ചാർജ് ചെയ്യുക. ആ കുറ്റം കൊണ്ട് കോടതികളിൽ മാറി മാറി വരിക. അന്ന് പഠിക്കണം. അന്ന് പല കോടതിയുണ്ട്. അതില് ഒന്നാമത്തെ കോടതി മതകോടതിയാണ്. അന്നാസും കയ്യഫാവും ഒക്കെ ഉള്ള മതകോടതി. സന്നിധിന്റെ ക്യാപ്റ്റൻസി അവർക്കാണ്, സന്നിധി. അപ്പോൾ മതകോടതിയിൽ ആദ്യത്തെ വാദം. മതകോടതിക്ക് അന്ന് അധികാരമൊക്കെ ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മതകോടതിയുണ്ട്. അവിടെ ചർച്ച ചെയ്ത് അവിടെ വേണേ പരിഹരിക്കാം. മതകോടതിയിൽ കേസ് യേശുവിന്റെ അകത്ത് കുറ്റമുണ്ടെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലാനേ ഒക്കുള്ളൂ. മതകോടതിക്ക് വേറെ ശിക്ഷ നടപ്പിലാക്കാൻ പറ്റില്ല. ശിക്ഷ നടപ്പിലാക്കേണ്ട ആളുകളുണ്ട്, നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. ഇപ്പൊ കൊടും കുറ്റം ചെയ്ത ഒരാള്, അപ്പൊ ഒരാളെ കൊന്നു എന്ന് വിചാരിക്കുക, നമ്മുടെ കൺമുമ്പിലാ കൊന്നു. അപ്പൊ അയാൾക്ക് കിട്ടേണ്ട വധശിക്ഷയാന്ന് കുട്ടി. അപ്പൊ നമ്മൾ ആ സമയത്തിന് ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഞാൻ ഇപ്പൊ തന്നെ തട്ടുക എന്ന് പറഞ്ഞ് മറ്റൊരു കത്തിക്ക് അവനെ കുത്തിക്കൊന്നാൽ ഗവൺമെന്റ് സമ്മതിക്കുക. നമ്മളല്ല കൊല്ലേണ്ടത്. അവന്റെ പേരിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ട് അതിനാളൊന്ന് തൂക്കിക്കൊല്ലയാ കൊല്ലാൻ, അല്ലെ ജീവപര്യന്തം. അവന്റെ ശിക്ഷയ്ക്ക് നടപ്പിലാക്കാൻ ആള് വേറെയാണ്. ജഡ്ജിക്ക് പോലും കൊല്ലാൻ പറ്റില്ല. സുപ്രീം കോടതി ഇരിക്കുന്ന ജഡ്ജിക്ക് ഇറങ്ങി വന്ന് ഈ ആളിനെ പിടിച്ച് കഴുത്തി തിരിച്ച് കൊല്ലാൻ പറ്റും. കൊല്ലാൻ ആളുണ്ട്, അതും കൊല്ലേണ്ട രീതിയുണ്ട്, കൊല്ലേണ്ട സമയമുണ്ട്, അതിന്റെ മര്യാദകളുണ്ട്. ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ പാലിക്കണം. ഇല്ല അത് വേറൊരു ഓഫൻസാണ്, അത് വേറൊരു കുറ്റമാകും. അതായി പറഞ്ഞു വരുന്നത്. കുറ്റവാളി നമുക്ക് തടയാം, കുറ്റം ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കാം. പക്ഷെ അത് അവന്റെ മരണത്തിൽ കലാശിച്ചാൽ കളിയങ്ങ് മാറി. അപ്പോ യേശുവിന്റെ പേരിലെ കുറ്റം എന്താ? സന്നിധിയും ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് അവസാനം കുറ്റം കണ്ടുപിടിച്ച കല്ലെറിഞ്ഞു. പക്ഷെ കല്ലെറിഞ്ഞു കൊല്ലേണ്ട കുറ്റം എന്താണെന്നറിയില്ലേ? വ്യഭിചാരകർമ്മ. അതിന് കല്ലെറിഞ്ഞു കൊല്ലണം. അത്തരത്തിലുള്ള കുറ്റത്തിന് ഉള്ള ശിക്ഷ അത്. യേശു അതിന് ആഴ്ചകൾക്ക് മുമ്പാ പറഞ്ഞത്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുമ്പോ വിചാരണ ചെയ്തു. പബ്ലിക്കിൽ ഇറങ്ങി നിന്ന് സ്വയം വിചാരണക്കേൽപ്പിച്ചു കൊടുത്ത മനുഷ്യപുത്രനെ ഇവിടെ വിചാരണ ചെയ്യാൻ ഇവർ തയ്യാറായിട്ട്, ഇവരുടെ ഉള്ളിലെ അടങ്ങാത്ത ആഗ്രഹം യേശുവിനെ ക്രൂശിക്കണം. യേശുവിനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞാല് ആ കോടതിക്ക് അധികാരം വേണം ക്രൂശിക്കാൻ. എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരാളെ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കാൻ അർഹതയുള്ള കോടതി സെഷൻസ് കോടതിയാണ്. അതായത് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന സെഷൻസ് കോടതിക്കാണ് വധശിക്ഷ വിധിക്കാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഒരു ഉപഭോക്തൃ കോടതിയിലേക്ക് കേസ് കൊടുക്കുക എന്ന് വിചാരിക്കുക. സാധനം വാങ്ങിയ വഴിക്കുള്ള തർക്കം അവിടെ തീരുമാനിക്കുക. ഒടുവിൽ അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ പറയാം, എനിക്ക് ഇയാൾ മോശപ്പെട്ട സാധനം തന്നു, ഇയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിന് വേറെ ശിക്ഷ, ഫൈനേ ഉള്ളൂ. ഫൈനാണ് അവിടെ വരുന്നത്. അതിൽ ഫൈൻ അടച്ചില്ലേ ജയിലിൽ പോകും. അല്ലെ അയാളുടെ വസ്തുവകളിൽ നിന്ന് നമ്മുടെ ആ ഫൈൻ ഈടാക്കി തരും. അല്ലാതെ അയാളെ കൊല്ലാൻ ഒക്കില്ല ഒരിക്കലും. ഈ കോടതിക്ക് അത് വിധിക്കാനും പറ്റില്ല. ഇപ്പൊ കളക്ടർ കോടതിയാ, RDO കോടതിയാ നമ്മുടെ നാട്ടിൽ. പക്ഷെ കളക്ടർക്കും RDOയ്ക്കും ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റില്ലെന്ന്. അതിന് വേറെ സംവിധാനമുണ്ട്. അതിന് ക്രിമിനൽ കോർട്ടിൽ തന്നെ പോകണം. കോർട്ടിന് അധികാരമുണ്ടോ എന്ന് പരിശോധിക്കണം. ഇങ്ങനെ നിയമങ്ങൾ സങ്കീർണമാണ്. സന്നിധിയും കൗൺസിലിനും അത് അവിടെ ഇരിക്കുന്ന അന്നാസിനും കയ്യഭാവിനും യേശുവിനെ ക്രൂശിക്കാൻ അധികാരമില്ല. അവർക്ക് ക്രൂശിച്ചേ പറ്റൂ. അപ്പൊ ഉപായം തോന്നി, എടുത്തിട്ടു എവിടേക്ക്? പീലാത്തോസിന്റെ അടുത്ത്. ഈ പീലാത്തോസിന് വിധിക്കാം. കാരണം അയാള് റോമൻ കോടതിയാണ്, ഇതിന് മീതെയുള്ള റോമൻ കോടതിയാണ്. അയാൾ റോമക്കാരനാണ്, അയാൾ യഹൂദ വിരോധിയാണ്, അയാൾക്ക് മനസാക്ഷിയില്ല, അയാൾക്ക് വിധിക്കാം, ഒരു പ്രശ്നമില്ല. ഈ തത്തുല്യമായ വേറൊരു കോടതിയുണ്ട്, അത് ഹെരോദാവിന്റെ കോടതിയാണ്. ഹെരോദാവ് ആരാധനയുണ്ട്, അവിടുത്തെ നാടുവാഴി, ഒരു നാട്ടുരാജാവ്. നമ്മൾ മാർത്താണ്ഡവർമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു രാജാവ്, അതാ ഹെരോദാവ്. ഹെരോദാവ് ഒരാളുടെ പേരല്ല, ആ പേര് 4-5 പേരുണ്ട്. അപ്പോൾ പീലാത്തോസ് ആരാ?
ഹെരോദാവിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് റോമക്കാരനാക്കി വെച്ചിരിക്കുന്ന അവിടുത്തെ ഗവർണറാണ്. ഇവര് തങ്ങളിൽ എന്നും പ്രശ്നമാണ്. അവർക്ക് തങ്ങളിൽ അറിയത്തില്ല ആരാണ് അധികാരം കൂടുതലുള്ളത്, ആർക്കാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. അതിന് ഇയാൾ എന്ത് ചെയ്യും? ഈ കേസ് ഇദ്ദേഹം ആകപ്പാടെ പഠിച്ചിട്ട് തനിക്ക് വിധി പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ പറയുന്ന എല്ലാം മതപരമായ വ്യവഹാരമാണ്. ആ കാര്യം ഒരു ക്രിമിനൽ കേസാക്കി മാറ്റാൻ വകുപ്പില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രസംഗിച്ചു, അല്ലെങ്കിൽ ദൈവമാണെന്ന് പറഞ്ഞു, നിനക്ക് ഒരു ശിക്ഷ കൊടുത്ത് വിട്ടാൽ മതി, ക്രൂശിക്കാൻ പറ്റില്ലെന്ന്. അതായി പറഞ്ഞതിന്റെ അർത്ഥം. മതപരമായ വ്യവഹാരങ്ങൾ കൊണ്ട് നിങ്ങളുടെ മതാചാരപ്രകാരം വിധിപ്പീൻ എന്ന് പറഞ്ഞു വിടുക, അതാ വേണ്ടത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി. കേരളത്തിൽ ഒരു സഭയുടെ 2 സെന്റർ തമ്മിൽ കേസായി. ഒരു ചർച്ച അങ്ങോട്ട് ഇറങ്ങിക്കിടക്കുന്നു, അത് അതിര് തിരിച്ച വഴിക്ക് ഇപ്പുറത്ത് കയറി ആകെ പ്രശ്നമായിട്ട് അവസാനം മാസയോക്തി വിഷയമായി. ഇത് സർക്കിളിന്റെ അടുത്ത് കേസായി. സർക്കിളിന്റെ അടുത്ത് കേസായപ്പോൾ സർക്കിൾ 2 പേരെയും കൂടെ വിളിച്ചു. സെൻട്രൽ പാസ്മാർ 2 ചെന്നപ്പോൾ സർക്കിൾ ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ ഇത് പീച്ചി ഡിസ്ട്രിക്ട്, ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്ട്. സർക്കിൾ ആടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്തോട് പറയുന്നു ചോദിച്ചു. പീച്ചി ഡിസ്ട്രിക്റ്റോ? എന്നാടാ പീച്ചി ഡിസ്ട്രിക്റ്റ് ആയെന്ന് ചോദിച്ചു. എടുത്തോണ്ട് വരാൻ പറഞ്ഞു കേരളത്തിന്റെ മാപ്പ്, വായിക്കടാന്ന്. അവിടെ വായിച്ചിട്ട് എവിടെടാ പീച്ചി ഡിസ്ട്രിക്റ്റ് എന്ന് ചോദിച്ചു. നീ മനുഷ്യനെ കളിയാക്കാമെന്നാണോ? പറഞ്ഞോട്ട് കേരളത്തിൽ 14 ജില്ലയുണ്ട്, എവിടെടാ പീച്ചി ഡിസ്ട്രിക്റ്റ് എന്ന്. അന്നേരം പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്ററും സെക്ഷനും കാര്യമൊക്കെ ഉണ്ടെന്ന്. പിന്നെ ആരോ പോലീസുകാരി എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാ പുള്ളി ശാന്തമായി. മനസ്സിലായോ നമ്മുടെ ആളുകളുടെ വിവരം? ഇതൊക്കെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റും അഖിലേന്ത്യാ പ്രസിഡന്റും ജനറൽ കൗൺസിലും ഇതൊക്കെ അങ്ങേരെ അടുത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിട്ട് അവർ തട്ടും, അവസാനം ഓടിച്ചു വിട്ടു. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? നമ്മുടെ ഭാഷ ഇവർക്ക് അറിയത്തില്ലെന്ന്, നമ്മുടെ ശൈലി അവർക്ക് അറിയത്തില്ല. പണ്ടൊക്കെ ഒരു നിയമമുണ്ട്, അന്യഭാഷ പറയാത്ത ആളുകളെ സഭയുടെ സെക്രട്ടറി ആക്കിയില്ല. അങ്ങനെ ഒരാൾ കേസിന് പോയി. അവസാനം ജഡ്ജി ചോദിച്ചു, ഇത് എന്താ ഈ അന്യഭാഷ എന്ന് പറ. അന്നേരം ഈ സെക്രട്ടറി പറഞ്ഞു, ഭാഷയോട് പറയാൻ. കോടതി പറഞ്ഞ കേൾക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒന്നുകൊണ്ടെല്ലാം പറയാൻ പറ്റും. ഒത്തിരി നിർബന്ധം പറഞ്ഞു, കോർട്ടലക്ഷൻ വരും പറയാൻ പറഞ്ഞു. വക്കീല് പറഞ്ഞു അങ്ങ് പറയാൻ പറഞ്ഞു. അപ്പൊ പാസ്റ്റർ ഉള്ള കൃപ വെച്ച് അവിടെ വെച്ച് അങ്ങ് അന്യഭാഷ പറഞ്ഞു. ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൃപയെ കിട്ടി. അവിടെ നിന്നൊരു 10 അന്യഭാഷ പറഞ്ഞപ്പോ കോടതി പറഞ്ഞു, ഈ ഭാഷ ഇനി മേലാൽ ആരും പറഞ്ഞേക്കില്ല. ഇത് കഥയായിരിക്കണേന്നാ എന്റെ പ്രാർത്ഥന. നടന്നാണോ എന്ന് എനിക്കറിയില്ല. ആദ്യം പറഞ്ഞ് നടന്ന കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് ഒരു കഥയാകണേന്നാ എന്റെ പ്രാർത്ഥന. പോട്ടെ. പറഞ്ഞു വന്നത്, ഈ വ്യവഹാരം അങ്ങോട്ട് കൊണ്ടുപോയാൽ കിട്ടാവുന്ന ഭവിഷ്യത്താണ് ഞാൻ പറഞ്ഞത്. പീലാത്തോസ് പറഞ്ഞു, കൊണ്ടുപോ, നിങ്ങളുടെ മതാചാരപ്രകാരം വിധിപ്പീൻ. ഇത് എന്റെ ജൂറിസ്ഡിക്ഷനിൽ പെടൂല. ഹെരോദാവിനും. ഈ ഹെരോദാവ് വലിയൊരു മദ്യപാനിയാണ്. അദ്ദേഹം ഇങ്ങനെ മദ്യപിച്ച് കോൺ തെറ്റിയിരിക്കുന്ന സമയത്താ ഈ കേസ് കൊണ്ടില്ല. പുള്ളി പറഞ്ഞു, ഇത് പീലാത്തോസിന്റെ തന്നെ കൊടുക്കാം. പീലാത്തോസിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പീലാത്തോസിന് തോന്നി മറ്റവൻ എന്നെ ബഹുമാനിച്ചു, ഞാൻ ആ വലിയ പുള്ളി അംഗീകരിച്ചു. പീലാത്തോസ് മുമ്പേ അങ്ങോട്ട് വിട്ടപ്പോൾ ഹെരോദാവിന് തോന്നി എന്താണെന്നറിയോ, ഞാൻ ആ വലിയ പുള്ളിന്ന് അവൻ സമ്മതിച്ചു. അങ്ങനെ അവർ തമ്മിൽ വൈരമായിരുന്നു. അവർ കൂടി ചേർന്നു, ഭയങ്കര കൂട്ടുകാരായി. ആരാ പ്രശ്നം അങ്ങ് തീർന്നു. എന്നിട്ട് പര്യാവർത്തി നോക്കിയിട്ട് പീലാത്തോസ് വിധിക്കാൻ പോവാണ്. അതിനുമ്പ് വിചാരണ. ആ വിചാരണ രംഗാണ് ഇപ്പൊ വായിച്ചത്. അവിടെ കിടക്കുന്ന എങ്ങനെ, ഈ സമയം തീരുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് ഇട്ടാൽ മതി. ഞാൻ ഒരു മെസ്സേജ് ഇട്ടാ കൊള്ളാം. ശ്രദ്ധിക്കുക, ഇവിടെ വിചാരണ നടക്കുക. പോയി ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? ഒരുത്തം പറഞ്ഞു, ഇവൻ കൈസർക്ക് നികുതി കൊടുക്കരുതെന്ന് പ്രസംഗിച്ചു. അതൊന്നും നിലനിൽക്കത്തില്ല വാദം. കാരണം യേശു നികുതി അടച്ചതിന്റെ ബില്ല് അവിടെ ഇരിപ്പുണ്ട്. പത്രോസിനും യേശുവിനുള്ള നികുതി ആഴ്ചകൾക്ക് മുമ്പ് എടുപ്പിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ സമയം കളഞ്ഞാൽ അവന് വേറെ ശിക്ഷ കിട്ടും. അത് പിന്നെ അവൻ അങ്ങ് പിൻവലിച്ചു. അത് വലിയ എഫക്റ്റ് ആയില്ല, അവനങ്ങ് മാറിയെന്ന് കുട്ടി. അടുത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഇവൻ പറയാ ഞങ്ങളുടെ പള്ളി പൊളിച്ചിട്ട് 3-ാം ദിവസം ഇവൻ പണി വന്നു, ഇങ്ങനെയൊക്കെ പറയാം. അതൊരു വലിയ ഗൗരവമുള്ള കേസല്ല. ഞാൻ ഇവിടുകൊണ്ട് പറയാണ്, ഞാൻ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പൊളിച്ചിട്ട് വൃത്തിക്ക് പണിയാൻ പോകാന്ന് പറഞ്ഞാൽ കേസ് എടുക്കേണ്ട കാര്യം. കേൾക്കുന്നവർക്ക് മനസ്സിലാകും എന്റെ അവസ്ഥ എന്താണെന്ന്. കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ഏതാ സ്വന്തം ഒരു വീട് നമ്മളിതിനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഉടനെ പറയാ ഞാന് സെക്രട്ടേറിയറ്റ് വിളിച്ചു, അല്ലെ കളക്ടറേറ്റ് ഞാനൊന്ന് വൃത്തിക്ക് പണിയാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന് കേസെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തോ ഒരുത്തൻ എന്തോലും പറഞ്ഞു, പോട്ടെ, ഇത്രേ ഉള്ളൂ. അതും വിജയിക്കില്ല. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, സാർ ഒരു സ്ട്രോങ് ആർഗ്യുമെന്റ്. പറയൂ. ഇവൻ രാജാവ് എന്ന് പറഞ്ഞു. അത് ഗൗരവമാണ്.
വെറുതെ പറഞ്ഞപ്പോരാ, അവൻ രാജാവെന്ന് പറഞ്ഞൊരു വിമത കലാപമുണ്ടാക്കിക്കൊണ്ട് ആഭ്യന്തര പ്രശ്നം സൃഷ്ടിച്ചു. ആയിരക്കണക്കിന് ആളുകൾ അവന്റെ കൂടെയുണ്ട്. അവൻ ജെറുസലേമിലേക്ക് ഒരു കഴുതപ്പുറത്ത് ജൈത്രയാത്ര നടത്തി. ഇങ്ങനെ കേസ് അങ്ങോട്ട് വിശദീകരിച്ചു പറഞ്ഞപ്പോൾ പീലാത്തോസ് അതൊന്ന് പഠിക്കാമെന്ന് വെച്ചു. കാരണം പീലാത്തോസിന് യേശുവിനോട് വൈരാഗ്യമൊന്നുമില്ല. യേശുവിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. പീലാത്തോസ് യേശുവിനിലേക്ക് നോക്കി നേരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. പീലാത്തോസ് യേശുവിനോട്, ഓ യേശൂസ് നാസറിൻ, അലയോ നസ്രയനായ യേശുവേ, യോസേഫിന്റെ പുത്ര, പറയൂ, നീ രാജാവാകുന്നുവോ? ഇതാണ് ചോദ്യം. യേശു ശാന്തചിത്തനായി അവിടെ നിന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ അങ്ങയുടെ അരികിൽ ആരോ ഇതൊക്കെ പറഞ്ഞു തന്നാണ്, അങ്ങേ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നെ കുറിച്ച് പറഞ്ഞു. കോടതിയിൽ നിന്ന് നമുക്ക് അന്ന് അത്രയൊക്കെ ചോദിക്കാൻ പറ്റുമോ, ധൈര്യം കിട്ടുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. കിട്ടുമെന്നൊക്കെയാ ചിലരുടെ ധാരണ. അവിടെ ചെന്ന് നിന്ന് നോക്കണം. ഞങ്ങളെയൊക്കെ സ്വന്തമുള്ള ഈ കോടതി എന്ന് പറയുന്നത് സ്വന്തം വീട് പോലെ ആയിരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ അത് അർത്ഥം മോഷിച്ചിട്ടൊന്നും അല്ല. നമ്മുടെ ഈ നാക്ക് ശരിയല്ലാത്തതുകൊണ്ട് കേസിന്റെ മീതെ കേസ്, അതിന്റെ മീതെ പ്രശ്നം, അങ്ങനെ ലക്ഷ്യം ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഇതിനകത്ത് കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ രീതികൾ കുറെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ആ കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞത്. എന്തേ പറയാൻ കാരണം, ഇവിടെ ചോദ്യം വരിക. ചോദ്യം വരുമ്പോഴേക്ക് സമചിത്തത ഇല്ലെങ്കിൽ ഉത്തരം കിട്ടത്തില്ല. കോർട്ടാണ് ഈ കോർട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും ഓർക്കണം, അവിടെ ജയലളിത തലയിറങ്ങി വീണതാ, പുരക്ഷി തലയും. ബാലകൃഷ്ണപിള്ള വീണിട്ട് പിന്നെ എണീറ്റിട്ടില്ല. അതാ സ്ഥലം. കളിയങ്ങ് മാറും. ഈ കോടതി പൊക്കോന്നൊക്കെ പറയാം. പണി കിട്ടിക്കഴിഞ്ഞാൽ തീർന്നാ സംഗതി, കളിയങ്ങ് മാറും. മര്യാദയ്ക്ക് സംസാരിക്കണം. അവിടെ സമചിത്തത വെടിയാതെ യേശു ഒരു ചോദ്യം, ആരോ നിന്നോട് പറഞ്ഞു? ഇല്ലാത്തത് പറഞ്ഞു, അതിന് ഞാൻ യഹൂദനല്ലല്ലോ, എന്റെ ആള് തന്ന കേസാ. നീ പറ, നീ രാജാവ് തന്നെയോ? പറയൂ. ഇതെന്തിനാ ചോദിച്ചെന്നറിയില്ലേ? നിന്നെ രക്ഷിക്കാനാ. നീ അല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ ഒരു ഫൈൻ അടിച്ച് നിന്നെ പുറത്തു വിടും. രക്ഷ നിന്റെ അരികിൽ വന്നിരിക്കുക, ഒറ്റ വാക്ക് ഞാൻ രാജാവല്ലെന്നൊന്ന് പറഞ്ഞാൽ മതി, നിന്നെ അനായാസന പുറത്തു വിടാൻ ഒരധികാരമുള്ളവൻ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ്. പറയൂ, ഇവിടെ വെച്ച് ജനം കേൾക്കട്ടെ, സമൂഹം മൊത്തം കേൾക്കട്ടെ, നീ രാജാവ് തന്നെ. പറയൂ. നമ്മളാണ് എന്ത് പറയും? നിങ്ങൾ എന്ത് പറഞ്ഞ് എനിക്കറിയില്ല. ഞാനാണ് പറയാം, അച്ഛാ ഞാൻ രാജാവെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രാജാവ് അച്ഛൻ ഉദ്ദേശിച്ചവരാണ്. മൂലഭാഷയെ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ട്. ഞാൻ വീട്ടിലൊരു രാജാവിനെ പോലെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ആ ചെറുപ്പം പോലെ എന്നെ ഈ വീട്ടുകാരും എല്ലാം രാജാവായിട്ട് കണ്ടുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അതങ്ങനെ വന്നേ ഉള്ളൂ. അച്ഛൻ തന്നെയാണ് രാജാവ്. ആ മുഖകാന്തി കണ്ടാൽ മനസ്സിലാവുമല്ലോ, അച്ഛനെ പോലെ ഒരു രാജാവ്. ഇത്രയുണ്ട്, തീർന്നേ. അന്നേരം പീലാത്തോസ് പറയും, നീ ഇതിൽ ഇറങ്ങിപ്പോക്കൂ. ആരാടെ ഈ കേസ് കൊണ്ട് തന്നെ അവനൊരു ഫൈൻ അടിക്കും. ആവശ്യമില്ലാത്ത കാര്യം ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, പോക്കോ. ഇത്ര ഉള്ള കാര്യം. പക്ഷെ യേശു അങ്ങനെയല്ല ചെയ്തത്. യേശു എന്റെ മുഖത്തേക്ക് നോക്കി. ഗെത്സമനയിൽ നിന്ന് കരഞ്ഞ യേശുവിനെ ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവമാണെ കരയുമോ? ദൈവമാണെങ്കിൽ അവിടെ പ്രാണവയത്തിലായി കരഞ്ഞു. വെറുതെയുള്ള കരച്ചില്, പ്രാണവേദനയിലായി. ഇത് യേശുവിന്റെ മാത്രം പ്രത്യേകതയല്ല. യേശുവിന്റെ മുതുമുത്തച്ഛനായ ദാവീദിനും ഇങ്ങനെ കരയുന്നൊരു സ്വഭാവം. അങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട്. കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്ക് ഏത് നേരത്തും എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. ഒരു പുരുഷൻ കരയുക എന്ന് പറഞ്ഞാൽ ഒരു നാണം കെട്ട കാര്യമായിട്ടാ സമൂഹം കരുതും. ഇങ്ങേര് പരസ്യമായിട്ട് പറയാ, ഞാൻ കരയും. കരയുന്ന ദാവീദിനെ നോക്കി മീകൾ പരിഹസിച്ച് കാണും. കരയുന്ന ദാവീദിനെ കണ്ടിട്ട് മക്കൾ കഴിവില്ലാത്തവനെന്ന് കണ്ടു കാണും. സേനാനായകന്മാർക്ക് തോന്നിക്കാണും, ഇയാൾ എന്തൊരു മനുഷ്യൻ. പക്ഷെ ദാവീദ് പറയും, കരച്ചിലേ പ്രാർത്ഥനാ മുറിക്കുന്നില്ല. അവിടെ ഞാൻ പുറത്തേക്ക് വരുമ്പോ ഇതം മാറും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങി, എനിക്ക് യുദ്ധം നേരിട്ട, ചുറ്റും ശത്രുക്കൾ വളഞ്ഞാൽ അവയെ നേരിടാൻ കഴിയുന്ന ഉയരത്തിലെ ബലം എന്റെ മീതെ വ്യാപരിക്കും. അതുകൊണ്ട് അകത്ത് കരയുന്നവന് പുറത്തൊരു ധൈര്യം അവൻ കരുതി വെച്ചിട്ടുണ്ട്. ഇതാ പറഞ്ഞു. ഗെത്സമനയിൽ കരഞ്ഞവൻ അറസ്റ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയല്ല, അത് ഞാനാണ്, നസ്രയനായ യേശു. ബന്ധിക്ക്. ഈ കര നീട്ടി അങ്ങ് കൊടുത്തു. പീലാത്തോസിന്റെ മുമ്പിൽ കരഞ്ഞു. അറിയില്ല, നെഞ്ചുറപ്പോടെ അടുത്തത് ക്രൂശ് ചുമക്കണം, അപമാനിക്കപ്പെട്ട ഈ മരണം ജീവിതത്തിൽ ഏറ്റെടുക്കണം എന്നുള്ള ചിന്തയോടെ ചങ്കുറപ്പോടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചോദിക്കുന്നത്, അല്ലയോ നസ്രയനായ യേശുവേ, നീ രാജാവാകുന്നുവോ?
മറുപടി, ഏയ് മീ പീലാത്തോസ്, ഞാനാകുന്നു പീലാത്തോസ്. എന്തൊരു മറുപടി! തീർന്നു. ഇനി ഒന്നും പറയാനില്ല. ഇനിയുള്ളത് അപമാനിക്കപ്പെടുന്ന ചാട്ടവാറിന്റെ അടിയാണ്. ഒരടി ചാട്ടവാറിന് കിട്ടുന്ന രംഗം മാറി മാറി അടിച്ചു. അടിക്കുന്ന നിയമമുണ്ട്, അടിക്കുന്നതിന് പോലും നിയമമുണ്ട്. യഹൂദന്റെ അടിക്ക് 39 കണക്ക്. റോമക്കാരൻ അടിച്ചാൽ 40. കാരണം യഹൂദൻ 39 നിർത്താൻ കാരണം എണ്ണം തെറ്റിപ്പോയി ഒരടി കയറിക്കൊണ്ടാൽ ന്യായപ്രമാണം ലോ ബ്രേക്ക് ചെയ്യപ്പെടും. അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു ഉദാരത 39 നിർത്തും. റോമക്കാരന്റെ അടി 40 തവിക്കും. അതിനെ 1 കുറയ 40 എന്നൊരു പ്രയോഗം കാണും. അടിക്കുന്ന ആളിനെ ആദ്യം തല കുനിച്ച് കരങ്ങൾ താഴെ ചങ്ങലയ്ക്ക് കെട്ടിയിട്ട് ഒരു കൊത്തിയുണ്ടാക്കിയ തളത്തിൽ കിടത്തുക. ആദ്യം ഒരുത്തൻ നേരെ അടിക്കുന്നു 5 അടി, അടുത്തവൻ ഇങ്ങേ വശത്തു നിന്ന് തിരിച്ചടിക്കുന്നു 5 അടി. അപ്പൊ ക്രോസായിട്ടായി അടി വീഴുന്നത്. അങ്ങനെ പരിശീലനം സിദ്ധിച്ചവരുടെ അടിയ ഈ 5 വീതം അടികൾ കഴിയുമ്പോൾ ഒരു വിശ്രമം. പിന്നെ വന്ന് അടുത്ത 5 അടി വീതം അടിക്കുന്നത് മലത്തി കിടത്തി നെഞ്ചിലാണ്. 10 അടി കഴിയും, 20 അടി കഴിയും, വീണ്ടും ഇത് ആവർത്തിക്കും. അങ്ങനെയാണ് 40 അടി. ഈ അടി കഴിയുമ്പോഴേക്ക് നമ്മുടെ പരമ്പ് നെയ്തുണ്ടാക്കുന്ന ആ പൊളി പോലെ അതിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഒരു റിബൺ ചുരുട്ടുമാർ ശരീരത്തിലെ തൊക്കിളകും. അത് കണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, പുറം ഉഴവു ചാൽ പോലെ ഭീകരമായ ഈ അടിക്കും. കയ്യിലേൽപ്പിച്ച പരിഹാസത്തിന്റെ ആ ചെങ്കോലും തലയിൽ വെച്ച മുൾക്കിരീടം അതും ചുമന്നുകൊണ്ട് പീലാത്തോസ് കൊണ്ടു നിർത്തിയിട്ട് ഒരു ചോദ്യം, എനിക്കൊരു അധികാരമുണ്ട്. നിങ്ങളുടെ പെസകയിൽ ഒരാളെ വിട്ടയക്കുന്ന പതിവ്, ഞാനിവനെ വിട്ടയക്കാൻ നടക്കില്ല. ജനം പറഞ്ഞു, പറ്റില്ല, ഞങ്ങൾ ചൂസ് ചെയ്യാം ആരെ വിടണമെന്ന്. ബറബ്ബാസിനെ വിട്ടുക, യേശുവിനെ ക്രൂശിക്കാം. വാദം ജയിച്ചു. ലോകത്ത് ജനാധിപത്യം അനുസരിച്ച് കോടതി പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ ജനാധിപത്യം വിജയിച്ചു. ജനാധിപത്യം പറയാ, കൊല്ല് കൊല്ല്. ഈ വഴങ്ങി പീലാത്തോസ് ക്രൂശെടുപ്പിക്കുക. ഈ ക്രൂശുമായി യേശു യാത്ര തിരിച്ചു. ഈ പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. നിശ്ചിത സമയത്ത് ക്രൂശിക്കണം. ഈ അടിയേറ്റവൻ വീച്ചും വിറച്ചു നടക്കുന്നു. തത്സമയത്ത് അങ്ങ് എത്താനാവില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ദടിപ്പിക്കുക. വയലിൽ പണി കഴിഞ്ഞ് വിശ്രമത്തിനായി വരുന്ന കുറേന്യക്കാരനായ ശിമോനെ നോക്കാം. അയാൾ ഈ ക്രൂശ് ഒന്ന് ചുമന്നു നോക്കി, പറ്റുന്നില്ല. ആ ക്രൂശും യേശു തിരികെ വാങ്ങി ഗോൽഗോഥ എന്ന തലയോടിടം വരെ നടന്നു. ഏകദേശം ഒരു 3/4 കിലോമീറ്റർ എങ്കിലും ദൂരം വരും, അല്പം കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അത്രയും ദൂരം നടന്നു ക്രൂശീകരിക്കേണ്ട സ്ഥലത്ത് എത്തി. യേശുവിനെ ക്രൂശിച്ചു. ചുറ്റും 2 കള്ളന്മാരെ ക്രൂശിച്ചു. വാസ്തവത്തിൽ ഈ കള്ളൻ എന്ന പ്രയോഗം അല്ല ശരി, തീവ്രവാദികളെയാ ക്രൂശിക്കുന്നത്. മോഷ്ടാവിന് ക്രൂശ് മരണമൊന്നും അല്ല, ചെറിയ ചാട്ടക്കടിയൻ. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച ശിക്ഷ ഞാൻ പലതവണ പറഞ്ഞു. ഇവര് തീവ്രവാദികളാണ്, രാജ്യത്തെ അട്ടിമറിക്കാൻ നടക്കുന്ന ആളുകളാണ്. ഒരളവിൽ ഒരുതരം രാഷ്ട്രീയ പ്രവർത്തകരാണ്, തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയം. പീലാത്തോസിനെ അട്ടിമറിക്കുക, റോമൻ ഭരണകൂടത്തിന് നികുതി കൊടുക്കാതിരിക്കുക, ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വന്ന 2 തീവ്രവാദികളെ ക്രൂശിച്ചു. കുറ്റസംഗതി എഴുതി വെച്ചു. കുറ്റസംഗതി എഴുതി വെക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, സത്യത്തില് യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം പതറി പല വഴിക്ക് പോയി. എല്ലാവർക്കും പേടി. യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്. പത്രോസ് തള്ളിപ്പറഞ്ഞൊരു വഴിക്ക് പോയി. അപ്പോൾ ഈ സ്ഥലത്ത് 2 പേരില്ല. അരിമത്തയിലെ യോസെഫും നിക്കോദിമോസും. പണ്ട് നിക്കോദിമോസിനെ ഒരു രാത്രിയിൽ യേശു സംഭാഷണം നീട്ടാതെ, ആ ചർച്ച നീട്ടിക്കൊണ്ടു പോകാതെ പാതി വഴിയിൽ ഒഴിവാക്കിയത്. പക്ഷെ നിക്കോദിമോസ് അന്ന് മുതൽ യേശുവിന്റെ രഹസ്യ ശിഷ്യനാണ്. അരിമത്തയിലെ യോസേഫും
രഹസ്യ ശിഷ്യനാണ്. ഈ രണ്ടുപേർക്കും ഒരാഗ്രഹം, ഈ ശവശരീരം കാക്കയ്ക്ക് കൊത്താൻ വിട്ടുകൊടുക്കാതെ, ഈ ശരീരം പക്ഷികൾ ഭക്ഷിക്കാതെ, കുറുക്കന് വിട്ടുകൊടുക്കാതെ ഞാനിത് കൊണ്ട് ഇവിടെ നിന്ന് എടുത്തു മാറ്റും. അതിന് അനുവാദം വരണം. സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് ആരായി? പത്രോസ് ആയിരുന്നില്ലേ? അന്ത്രോസ് ആയിരുന്നില്ലേ? യോഹന്നാനായിരുന്നില്ലേ? പക്ഷെ യേശുവിന്റെ പക്കൽ നിന്ന് അപ്പം ഭക്ഷിച്ച, യേശു സൗഖ്യമാക്കിയ, തന്റെ ചൂരും ചൂടും അനുഭവിച്ച് കൂടെ നടത്തിയ ആ ശിഷ്യഗണങ്ങൾക്ക് ഇവിടെയാണ് ഗുരുത്വത്തിന് വില കൽപ്പിക്കേണ്ട സ്ഥലം. ഗുരുത്വത്തിന്റെ വില ആ ക്ലാസ്സിലെ റെപ്രസെന്റേഷൻ അല്ല. ഗുരുത്വത്തിന് വില കൊടുക്കേണ്ടത് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയല്ല. ഗുരുവിന് പരിഗണന കൊടുക്കേണ്ടത് ഒന്നാം സ്ഥാനം കരഗതമാക്കിയല്ല. ഗുരുവിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഉറപ്പോടെ നിൽക്കാൻ കഴിയുന്ന ഒരു ശിഷ്യനെയും യേശുവിന് കിട്ടിയില്ല എന്നത് നമ്മളൊന്ന് ഓർത്താട്ടെ. ഞാനിവിടെ സോക്രട്ടീസിനെ കാണുന്നു. അയാൾക്കൊരു ശിഷ്യനുണ്ടായിരുന്നു, പ്ലേറ്റോ എന്നാണ്. ഏതൻസിലെ കോടതി യുവാക്കളെ വഴിതെറ്റിക്കുന്നുവെന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഈ സോക്രട്ടീസിന് വിഷം കഴിച്ചു മരിക്കാൻ ഉത്തരവിട്ട കോടതി പറഞ്ഞു, 500 നാണയങ്ങൾ, വിലപിടിപ്പുള്ള 500 വെള്ളി നാണയങ്ങൾ, അത് ഇപ്പോൾ നിനക്ക് പേ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിന്റെ വധശിക്ഷ റദ്ദാക്കാം. സോക്രട്ടീസ് പറഞ്ഞു, കോടതി, 500 നാണയങ്ങൾ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നിച്ച് കണ്ടിട്ടില്ല. ഞാൻ 500 നാണയം സംഘടിപ്പിച്ച് തരുമ്പോഴേക്കും മറ്റൊരു രൂപത്തിൽ എൻ്റെ ജീവൻ പോയാൽ അത് അതിലും നഷ്ടമാകും. അതുകൊണ്ട് എനിക്കത് സാധ്യമല്ല. പ്ലേറ്റോ വധശിക്ഷ റദ്ദ് ചെയ്യിച്ചിട്ട് പറഞ്ഞു, 300 നാണയം ഇപ്പോൾ അടയ്ക്കാം. എൻ്റെ ഗുരുവിന്റെ പ്രാണന് വേണ്ടി ഞാൻ പെരുവഴിയിലൊക്കെ കാണുന്നവർ അരികിൽ ചെന്ന് ഓടിച്ചെന്ന് പറഞ്ഞു, എൻ്റെ ഗുരുവിനെ രക്ഷിക്കാനാ, എനിക്കൊരു നാണയം തരുമോ? അത് വാങ്ങിക്കൊണ്ട് വരുന്ന നേരം വരെ കോടതി നടപടി ഒന്ന് നിർത്തിവെക്കണേ. ഉച്ചത്തിൽ കരയാൻ തുടങ്ങി പ്ലേറ്റോ. സോക്രട്ടീസ് പറഞ്ഞു, വേണ്ട കുഞ്ഞേ, നീ അങ്ങനെ വില കൊടുത്ത് എൻ്റെ ജീവിതം വാങ്ങിവെക്കുമ്പോൾ മറ്റൊരു രൂപത്തിൽ ഞാൻ മരിക്കില്ലെന്ന് ആര് കണ്ടു? അത് മറ്റൊരു കടം. സന്തോഷചിത്തനായി സോക്രട്ടീസ് വിഷം വാങ്ങി കുടിച്ചു മരിച്ചു. പക്ഷെ സോക്രട്ടീസിന്റെ ഒരു സന്തോഷം, താൻ പഠിപ്പിച്ചതൊക്കെ കൊണ്ടു നടക്കാൻ, തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഉത്തമ ശിഷ്യനെ കിട്ടി. ക്രൂശിൽ പിടയുന്ന യേശുവിന് ഇങ്ങനൊരു ശിഷ്യനെ കൊടുക്കാൻ നമുക്ക് സാധിച്ചോ സഹോദരങ്ങളെ? അല്ലല്ല, നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ പത്രോസിനെ വിമർശിച്ചു, നിക്കോദിമോസിനെ, മറ്റുള്ള ആളുകളെ വിമർശിച്ചു. നമുക്ക് എന്ത് ചെയ്യാനാകുമായിരുന്നു? അതാണ് ക്രിസ്ത്യാനിത്വം. അതാണ് വാസ്തവത്തിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രൂശിന്റെ മുമ്പിലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ തീവ്രത വെളിപ്പെടേണ്ടത്. ദേവാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലല്ല, ക്രൂശിന്റെ മുമ്പിലാണ് ഞാൻ ആരാണ് എന്നുള്ള ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം സ്ഥിരീകരിക്കപ്പെടേണ്ട ഇതാണ്. പ്രസംഗപീഠം പോലുമല്ലത്. ഇവിടെ നിക്കോദിമോസും അരിമത്തിലെ യോസേഫും ഒന്നിച്ചു. ഇവരെക്കാൾ മുമ്പ് കുറെ പേര് അവിടെ ചെന്നു. അവർ എന്നു പറഞ്ഞു, സാറേ ഒരു പ്രശ്നം ഉണ്ടാകും. ഇല്ലാത്ത യോസേഫ് പറയും, ആ ക്രൂശിൽ നമ്മൾ എഴുതിയതിനകത്തൊരു മിസ്റ്റേക്ക്, നമുക്കൊന്ന് തിരുത്തണം. ചെറിയ കാര്യമുള്ളൂ, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് നമ്മൾ എഴുതിയിരിക്കുന്നു, അതിനകത്തൊരു ചെറിയ വ്യത്യാസം എന്ന് ഇവൻ പറഞ്ഞു. പീലാത്തോസ് അവരെ നോക്കി, വന്നവന്റെ മുഖത്ത് നോക്കി ചിരി കൂട്ടി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, ഹോ ഗിഗരാ ഹോ ഗിഗരാ വൈ, ഐ ഹാവ് റിട്ടൺ വാട്ട് ഐ ഹാവ് റിട്ടൺ. ഞാൻ എഴുതിയതെന്തോ അത് എഴുതി. ഇവര് ചീത്തയൊക്കെ പറഞ്ഞായിരിക്കും ഇങ്ങോട്ട് പോരുന്ന തമ്മിൽ. എന്തൊരു മനുഷ്യനാ! നമുക്ക് നാണക്കേടായി കിടക്കുന്ന ബോർഡേ. ഇത് പറഞ്ഞിങ്ങോട്ട് പോരുമ്പോഴാ നിക്കോദിമോസും അരിമത്തിലെ യോസേഫ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇവര് കേൾക്കുന്നുണ്ട്, പീലാത്തോസ് ക്രൂരതയോടെ നിൽക്കുക, അയാളെടുത്ത് ഇപ്പൊ അടുക്കാൻ പറ്റില്ല, അയാളൊന്ന് ശാന്തമാകട്ടെ, നമുക്ക് ഒന്നുകൂടെ പോകാം. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഒരു ആപ്ലിക്കേഷൻ കൊണ്ടു കൊടുത്താൽ സ്വീകരിക്കുന്ന മാനസികാവസ്ഥയിലല്ല, നിരപരാധിയെ ക്രൂശിച്ച വേദനയില് മനോനില തെറ്റി അയാൾ അതുവഴി നടക്കും. ചെന്ന് പറഞ്ഞു, പ്രഭു ഒരാവശ്യം, ഞങ്ങൾക്ക് ഭൗതിക ശരീരം ക്രൂശിൽ നിറക്കണം. അത് നിയമവിരുദ്ധ. കാരണം അതാ ഞാൻ ആദ്യം പറഞ്ഞത്, മണ്ണിലിറക്കി കിടത്താൻ പാടില്ല, കല്ലറ വെക്കാൻ പാടില്ല. മുമ്പേ പറഞ്ഞ നിയമവിരുദ്ധമല്ല, ഈ ബോർഡ് തിരുത്തുന്ന വലിയ വിഷയമല്ലായിരുന്നു. അത് തള്ളിക്കളഞ്ഞ പീലാത്തോസ് ഇത് സ്വീകരിച്ചു. ഇറക്കിക്കോ, കല്ലറയിൽ അടക്കിക്കോ, കൊണ്ടുപോകോ.
ഒരുപക്ഷെ ഇങ്ങനെങ്കിലും ഈ മരിച്ച നിരപരാധിയോട് ഞാൻ ചെയ്ത അകൃത്യത്തിന് കടം വീട്ടാനാകുമോ ഈ തോന്നലാകണം ഈ സമ്മതത്തിന്റെ പിന്നിൽ. പക്ഷേ എന്റെ സന്തോഷം അതല്ല. നിക്കോദിമോസും അരിമത്തയിലെ യോസേഫും ചേർന്ന് ഈ ശവശരീരം ക്രൂശിൽ നിറക്കി, അത് ശുദ്ധിയാക്കി, അത് വിശിഷ്ട ലേപനം കൊണ്ട് പൊതിഞ്ഞു. അതൊരു ഈജിപ്ഷ്യൻ ശൈലിയാണ്. ഈ ശവശരീരത്തിൽ നല്ല പെർഫ്യൂംഡ് ആയിട്ടുള്ള ദ്രാവകത്തിലേക്ക് ഇങ്ങനെ ലിനൻ തുണി ചുറ്റി മുക്കി ചുറ്റി അങ്ങനെ ഒരു രീതി. ആ വിധത്തിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്റെ സന്തോഷം എന്താണെന്നില്ലേ, ഇവർ രണ്ടും അറിയുന്നില്ല ഈ തിരുശരീരം ശുദ്ധീകരിച്ച് അത് ലേപനം പൂശുമ്പോൾ 750 കൊല്ലം പഴക്കമുള്ള ഒരു പ്രവചനം നിവൃത്തിയാകുന്നു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ഏറ്റവും ചിലവേറിയ ശവമടക്ക് കിട്ടുന്ന ഈജിപ്തിലെ ഫറവോയെ പോലെ ഇതാ സംസ്കാരം, മനോഹരമായ സംസ്കാരം, ഒടുവിൽ ആരെയും വെച്ചിട്ടില്ലാത്ത ആ കല്ലറയിൽ അടക്കം ചെയ്തു. കല്ലറ അടച്ചു, കാവൽക്കൂട്ടത്തെയാക്കി, സൂക്ഷ്മതയേറിയ കാവൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ജനിച്ച യേശുവിനേക്കാൾ, കടൽ മീതെ നടന്ന യേശുവിനേക്കാൾ, പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയ യേശുവിനേക്കാൾ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ക്രിസ്തുവിനേക്കാൾ കോടാനുകൂടി കരുത്തനായിരുന്നു ക്രൂശിൽ മരിച്ചവൻ. കാരണം ഈ ക്രൂശിൽ മരിച്ചവന്റെ ഏറ്റവും വലിയൊരു പ്രക്രിയ അന്ന് രാത്രി സംഭവിക്കുകയാണ്. ഹിസ് ബോഡി വാസ് ഇൻ ഷിയോൾ, അവന്റെ ശരീരം, ഹിസ് ബോഡി വാസ് ഇൻ ഗ്രേവ്, അവന്റെ ശരീരം ശവക്കുഴികളായി. വാട്ട് ഈസ് സ്പിരിറ്റ്, ആത്മാവിൽ അവൻ ഷിയോളിലേക്ക് ഇറങ്ങി. തടവിലുള്ള ആത്മാക്കളെയാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ഹാബേൽ മുതൽ മരിച്ചുപോയ നീതിമാന്മാരുടെ ആത്മാക്കൾ ബന്ധനസ്ഥരായി കിടക്കുന്ന ആ സവിശേഷ ഇടത്തേക്ക് അവൻ കടന്നു ചെന്നിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ഇനിമേൽ നിങ്ങൾ ബന്ധനസ്ഥരല്ല. ഞാൻ പാപത്തെ ജയിച്ചു, ഞാൻ മരണത്തെ ജയിച്ചു. പാപത്തിന്റെയും മരണത്തിന്റെയും ശക്തിയെ തോൽപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 2 കള്ളന്മാരവിടെ കിടന്നതിലേക്ക് എന്റെ വിശദീകരണം കടന്നു വന്നില്ല, സമയത്തിന്റെ ദൗർലഭ്യം. ഇവിടെ അവസാനിപ്പിക്കേണ്ടത് സഹോദരങ്ങളെ, അവിടെ ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഒരു സ്ത്രീയാണ് കണ്ടത്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. സ്ത്രീകളെ നമ്മൾ ചെറുതായി കാണുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ഒരു പുരുഷ കേന്ദ്രീകൃത ബോധത്തിന്റെ ആ ഹാങ് ഓവർ വിട്ടുമാറാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടത് ഒരു സ്ത്രീയാണ്. അത്രയും അനുഗ്രഹം ഒരു പുരുഷന് കിട്ടാത്ത ഈ കാരുണ്യം ഒരു സ്ത്രീക്ക് കിട്ടിയല്ലോ. നമ്മുടെ സൗകര്യമാരി ചെല്ല് പ്രസംഗിക്കുന്നവരുണ്ട്, സന്തോഷമാണ്. പക്ഷെ അവരാരും ഇന്ന് വരെ എസ്തേറും രൂത്തും വീട്ടൊരു പ്രസംഗം പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ. അതിന്റെ അവർ ഇത് രണ്ടും പ്രസംഗിച്ചാൽ മതിയോ? പുതിയ വിഷയങ്ങൾ സംസാരിക്കണ്ടേ? എസ്തേറും രൂത്തും ദെബോരയും വീട്, അതൊക്കെ ഉണ്ട് അവിടെ. പുതിയ വിഷയങ്ങളുണ്ട്. കാരണം ഞാൻ യേശുവിനെ കണ്ടു എന്ന് ആദ്യം പറഞ്ഞത് ഒരു സ്ത്രീയാണ്. ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് ഈ സുവിശേഷം തുടങ്ങിയത് പ്രസംഗിക്കാൻ യേശുവിനെ കണ്ടെന്ന് പറഞ്ഞത് ആ സുവിശേഷമെങ്കിൽ ഒരു സ്ത്രീയാണ് ആദ്യത്തെ പ്രഭാഷകൻ. അത് ചെറുതായി കാണേണ്ട ഒരു കാര്യം. നമ്മുടെ സ്ത്രീകൾക്കൊക്കെ നമ്മൾ ഒരു 10-20 മിനിറ്റ് കൊടുത്താൽ പ്രസംഗം ഉണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് അവർ ഒരു കുപ്പായം ഇട്ട് വെക്കും, അതിൻ്റെ മീതെ ഒരു കുപ്പായം വേറെ ഇടും. എന്നിട്ട് അവരെ പോലെ വസ്ത്രം ധരിക്കാത്ത പെൺപിള്ളേർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അവർക്കിട്ടങ്ങ് കൊടുക്കും. അവർക്ക് ഇഷ്ടം പോലെ അല്ലാത്ത വിധത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ പ്രസംഗിച്ചാണ് നമ്മൾ കേൾക്കുന്ന മുഴുവൻ. പക്ഷേ ഈ സ്ത്രീ അങ്ങനല്ല. അവർ യേശുവിനെ കണ്ടു, അവർക്കങ്ങ് സന്തോഷമായി. ആദ്യം തെറ്റിദ്ധരിച്ചു, അവർക്കങ്ങ് സന്തോഷമായി. അവിടെ യേശുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആരാധന ആ സ്ത്രീയാ കൊടുത്തത്. എന്താ കാര്യം എന്നറിയില്ലേ? അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോ മറിയ കല്ലറയ്ക്കെത്തി. ഇങ്ങനെ പോകാൻ ധൈര്യമുള്ള ഏതെങ്കിലും സ്ത്രീ ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നു? സ്ത്രീയെ ഇവിടെ ഒരു പുരുഷനുണ്ടോ? ഒരു പുരുഷനുണ്ടോ ഇങ്ങനെ രാവിലെ കല്ലറയ്ക്കലെത്താൻ കഴിയുന്ന? അതിപ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോ അവിടെ ചെന്നു. ഉയർത്തെഴുന്നേറ്റവനെ കണ്ട് തോട്ടക്കാരനെന്ന് തെറ്റിദ്ധരിച്ചു. ഒരു ചോദ്യം, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ അന്വേഷിക്കാതെ. അപ്പോൾ യേശു അന്ന് മനസ്സിലായി,
അവിടെ തോട്ടക്കാരെന്ന് കരുതി അവള് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യജമാനനെ, എന്റെ ക്രിസ്തുവിനെ, എന്റെ യേശു കർത്താവ് നിങ്ങൾ എവിടാ വെച്ചേ? ഞാൻ കൊണ്ടുപോകാൻ വന്ന. ഇത്രയും വലിയൊരു ആരാധന ഉണ്ട്. കാരണം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഒരു പുരുഷന്റെ ശവശരീരം എവിടേക്ക് കൊണ്ടുപോകാനാ? ഇവിടെ മനസ്സിന്റെ താല്പര്യം അത്. പത്രോസിന് വേണ്ടാത്ത യൂദാ 30 വെള്ളി നാണയം വിലയിട്ട, തോമസ് പിന്നീട് സംശയിച്ച, ഞാൻ ഏത് നിമിഷത്തിലായി ഇവനെ പരിചയപ്പെട്ടതെന്ന് ഓർത്ത് പത്രോസ് തള്ളിക്കളഞ്ഞ ഈ ശരീരം എനിക്ക് വേണം, ഇതെന്റെയാ, ഞാൻ കൊടുക്കൂല, ഇതെനിക്കുള്ളത്. അവളുടെ ആ ചങ്കുറപ്പ് കണ്ടില്ലേ, അവളുടെ ആ ധൈര്യം കണ്ടില്ലേ? ഇവിടെ 3 പേരെ നിങ്ങൾ കാണും, 4 പേരെ കാണാം. ക്രൂശിലെ ഒരു കള്ളൻ, അല്ലെങ്കിൽ ആ തീവ്രവാദി, രക്ഷിക്കപ്പെട്ടവൻ നിക്കോദിമോസ്, അരിമത്തിയിലെ യോസേഫ്, പാവം മറിയ. ഈ 4 പേർക്കാണ് ക്രൂശിക്കപ്പെട്ടവനെ കാണാൻ, തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയത്. ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ, പിറവി കൊണ്ട യേശുവിനെ പലരും കണ്ടു. കണ്ടതിൽ ചിലര് പൗഡറും സിന്ദൂരും ഒക്കെ മേടിച്ചോണ്ട് പോവായിരുന്നു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു ഒച്ചുടുപ്പും ഒക്കെ ആയിട്ട് പോവായിരുന്നു. പിറവി കൊണ്ട യേശുവിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ ഒരു പാവം വൃദ്ധനുണ്ട്. ആ പ്രിയപ്പെട്ട ഒരു രശ്മിയാണ് ഹന്ന എന്ന പ്രവാചകി ഉണ്ടപ്പോൾ. ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കും. കൊച്ചുകുട്ടിയായ യേശുവിനെ ശിമയോൻ വിളിച്ചത് ഉണ്ണീശോ എന്നല്ല, കുഞ്ഞേന്നല്ല, വാവയെന്നല്ല വിളിച്ചത്, അഡോണായ്, നാഥാ. അതിന്റെ അർത്ഥം അകക്കണ്ണ് ജ്വലിച്ചവനെ ഈ യേശുവിലെ രക്ഷകനെ തിരിച്ചറിയാൻ പറ്റൂ, അല്ലാത്തവൻ യേശു ഇന്നും ഉണ്ണിയേശുവാണ്. ക്രൂശിക്കപ്പെട്ടവനെ കണ്ടിട്ട് ഒരു കള്ളൻ അവിടെ പരിഹസിച്ചപ്പോ മാനസാന്തരം വന്നോ പറയാ, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണം. ക്രൂശിൽ മരിച്ച അതിന്റെ പൊരുള് ഒരു കള്ളനാ മനസ്സിലായത്. ഉയർത്തെഴുന്നേറ്റവനെ, ക്രൂശിൽ കിടക്കുന്നവനെ, അവന്റെ ശരീരത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു നിക്കോദിമോസ്, അരിമത്തിയിലെ യോസേഫ്. അടുത്തത് ഉയർത്തെഴുന്നേറ്റവനെ തിരിച്ചറിഞ്ഞത് ഒരു പാവ സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ പുനരാഗമനം ചെയ്യുന്ന യേശു ആരാണ് എതിരേൽക്കുന്നതെന്ന് സ്വയം പഠിക്കാൻ നമുക്കിന്ന് രാത്രി കഴിയട്ടെ പ്രിയപ്പെട്ടവരെ. ആൾബഹളത്തിലല്ല, സംഘടനയുടെ കരുത്തിലല്ല, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദൈവത്തെ കാണാൻ നമുക്ക് ഒത്തിരി താഴ്മ ആവശ്യമാണ്. അവിടുത്തെ കൈക്കൊള്ളാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ 4-5 പേർക്ക് കിട്ടിയതല്ലേ? പത്രോസിന് കിട്ടിയതിനേക്കാൾ, അന്ത്രോസിന് കിട്ടിയതിനേക്കാൾ ഒക്കെ വലിയ ഭാഗ്യം കിട്ടിയ ആള് ഈ ശിമയോനാണ്. അല്ലെങ്കിൽ ഈ പാവം മറിയ, നിക്കോദിമോസാണ്. ക്ലാസ് പഠിക്കാത്ത ആ കള്ളനാ പറഞ്ഞത്, ദൈവരാജ്യത്തിൽ അടിയനെ ഓർക്കണേ. ദൈവരാജ്യത്തെക്കുറിച്ച് നിരവധി ഉപമകൾ പറഞ്ഞപ്പോൾ നോട്ട് എഴുതിയെടുത്തവനെ കാണുന്നില്ല, കൃത്യം കുറിപ്പെഴുതിയവനെ കാണുന്നില്ല. ദൈവരാജ്യം എന്തെന്നറിയാത്തവന്റെ ഉള്ളിൽ ക്രൂശിക്കപ്പെട്ടവന്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇതൊരു യഥാർത്ഥ രാജ്യമാണ്. ആ രാജ്യത്തിൽ അടിയനെ ഓർക്കണം. തുടർന്നുള്ള നമ്മുടെ ദിവസങ്ങൾ എന്റെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉറപ്പ് നമ്മൾ പാലിക്കാനും പ്രാപിക്കാനും നാം ആരാകണം എന്ന ആഹ്വാനമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഒരു പോയി പറഞ്ഞു, ഈ ക്രൂശ് പലപ്പോഴും നമ്മെ കരയിപ്പിക്കുന്ന ഒരു സത്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് പിണക്കമുള്ള ഒരാൾ, ഒരു താല്പര്യം ഇല്ലാത്ത ഒരാൾ, ഒരു പ്രസംഗനോ പാസ്റ്ററോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു താല്പര്യമില്ല അയാൾ. പക്ഷെ അയാൾ പറഞ്ഞു ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും പറയുന്നത് ക്രൂശിനെയും ക്രൂശിക്കപ്പെട്ടവനെയും കുറിച്ചാണെങ്കിൽ നമ്മുടെ ഉള്ള മുരുകും. ആ എതിർപ്പോടിരിക്കുന്ന നമ്മൾ ആരാധനയോട് ആ ശബ്ദം കേൾക്കും. അത്ര സുഖമാണ് ക്രൂശിന്റെ ശബ്ദം. ക്രൂശിന്നും അനേകായിരങ്ങളുടെ ബന്ധനങ്ങളെ തകർക്കും. ക്രൂശ് ശക്തിമത്തായ ആയുധമാണ്. ഈ ക്രൂശ് കണ്ട് അർത്ഥം പലർക്കും കൂടെ പഠിച്ചവർക്ക് മനസ്സിലായില്ലെങ്കിൽ, കൂടെ നടന്നവന് പിടികിട്ടിയില്ലെങ്കിൽ, ആ ക്രൂശിന്റെ ചുവട്ടിൽ ഒരു പയ്യൻ നിൽക്കുകയാണ്. യോഹന്നാൻ, കൊച്ചു പയ്യനാണ്. അവന്റെ ജ്യേഷ്ഠൻ കൂടിയാ യേശു. അവൻ കേട്ടതും അറിഞ്ഞതും എല്ലാം ദൈവരാജ്യത്തിന്റെ മഹത്വം. അവന്റെ ആ നിപ്പ് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ആ നിപ്പ്
അർത്ഥതലങ്ങളുള്ള ഒരു നിപ്പാണ് സ്നേഹിത. ആ നിൽപ്പില് അവന് പിരിയാൻ പറ്റുന്നില്ല. അവന് പേടിയൊക്കെ ഉണ്ട്. അവൻ ആക്രമിക്കപ്പെടുമെന്ന വിഷമമുണ്ട്. ദൂഷിക്കപ്പെടുന്ന യേശുവിനെ കുറിച്ച് അവന് ദുഃഖമുണ്ട്. ദുഃഖസാന്ദ്രമായ ആ വേളയിൽ അവൻ ആ രംഗം ഇങ്ങനെ കാണുക. താൻ ചാരിയിരുന്ന ഓരത്താണ് കുന്തം വന്ന് പതിക്കുന്നത്. താൻ ചുംബനം കൊടുത്ത ആ കവിളിലാണ് ആളുകളുടെ ആക്രമണം വന്ന് പതിക്കുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും ഒരു മനുഷ്യൻ യോഹന്നാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഒരു കാര്യം, യേശു സമചിത്തതയോടെ ആക്രോശിക്കിടക്കുന്നു. എന്നാൽ യോഹന്നാനും മറ്റൊരു മനസ്സ്. കൂടി നിന്ന ആളുകൾക്ക് ചിലർക്ക് പരിഹാസം, ചിലർക്ക് സഹതാപം. പക്ഷെ ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആർപ്പിടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കും. സാധിച്ച ഒരുവനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ മറ്റൊരാളെ കാണുന്നു, ആത്മാവിൽ കാണുന്നു, അക്ഷരാർത്ഥത്തിലല്ല. പിന്നീട് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു. വേറെ ആരുമല്ല, പൗലോസ്ലീഹ. അദ്ദേഹം ഈ ക്രൂശ് കണ്ടു. അദ്ദേഹം ഈ മേലെഴുത്ത് വായിച്ചു. അദ്ദേഹം പിടയുന്ന യേശുവിന്റെ അന്ത്യരംഗങ്ങളെ കണ്ടു. അദ്ദേഹം വിളിച്ചു പറയാ, മാനവജാതിയോട് മുഴുവൻ വിളിച്ചു പറയാ, കരയേണ്ട കാര്യമൊന്നുമില്ല. ആവേശപ്പെടാനുള്ള സ്ഥലമാണ് ക്രൂശ്. സമരസന്നദ്ധരാകാനുള്ള ആഹ്വാനത്തിന്റെ ഇടമാണ് ക്രൂശ്. ആ എഴുതി വെച്ച കാര്യങ്ങളെ കണ്ട്, ക്രൂശിലെ ശബ്ദം കേട്ട്, അവിടുത്തെ തിരുമൊഴികൾ കേട്ടിട്ട് വിളിച്ചു പറയുക, ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന, കൈയെടുത്ത് വായിക്കപ്പെട്ടിട്ട് നമുക്ക് പ്രതികൂലമായിരുന്ന സാഹചര്യങ്ങളെ മുഴുവൻ അതിജീവിക്കാൻ പാകത്തിന് ശത്രുത്വം മുഴുവൻ തകർത്ത് കളഞ്ഞിട്ട് ദൈവത്തോട് നിരപ്പുറാവിക്കാൻ കഴിയത്തക്ക വിധത്തിലാക്കിയിട്ട് ശത്രുസേനയെ മുഴുവൻ പരസ്യമായ കാഴ്ചയാക്കി ക്രൂശിൽ ജയഭേരി മുഴങ്ങുകയാണ്. ക്രൂശ് ജയത്തിന്റെ ചിഹ്നമാണ്. ക്രൂശ് ആവേശത്തിന്റെ ചിഹ്നമാണ്. ഈ ക്രൂശ് ഏറ്റെടുത്തവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അവൻ ഒരു ദിവസം മഹത്വവാനായി വരും. രാജാതി രാജാവും കർത്താതി കർത്താവും എന്നുള്ള നാമം അവനിൽ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും. ആ മനോഹര നിമിഷങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അവരോടെ സഞ്ചരിക്കാൻ, ആർത്തിയോടെ സഞ്ചരിക്കാൻ സ്വർഗത്തിലെ ദൈവം കരുണയും പ്രാപ്തിയും കൃപയും നൽകട്ടെ. ഇന്ന് രാത്രി ഒരുമിച്ച് കൂടിയിരുന്ന് ഈ തിരുവചനം ധ്യാനിക്കാൻ നമുക്ക് അവസരം കിട്ടിയല്ലോ. നാളെ നമുക്ക് പുനരാഗമന സംഭവങ്ങളിലേക്ക് കാര്യക്ഷമതയോടെ കടക്കാൻ സ്വർഗത്തിലെ ദൈവം പ്രാപ്തി നൽകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.